السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ اعتزلتموهم وما يعبدون إلا الله فاهووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا تصحبن من كان أهل بطالة وتساهل في الدين ذاك هو البلاء والعزلة الأولى إذا فسد الزمن أو خاف من فتن بدين مبتلى وكذا إذا خاف العقوع بشبهة أو في حرام أو لذاك مماثلا. يا ربي صل على من حل സദസ്സിലുമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ലൈവിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദിക്ർ വാർഷികത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹഫിള അശ്റ ആയാത്ത് മിൻ അവ്വലി സൂറത്തുൽ കഹഫ്. അൽ കഹഫ് സൂറത്തിൻ്റെ ആദ്യത്തെ 10 ആയത്ത് കാണാതെ പഠിച്ചാൽ ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അവർക്ക് കാവലുണ്ട്, അവർ സുരക്ഷിതരാണ്. ഇമാം അഹ്മദ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഇബ്നു മാജ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കഹ്ഫ് സൂറത്തിൻ്റെ അവസാനത്തെ 10 ആയത്ത് ആരെങ്കിലും ഓതിയാൽ ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അവർ സുരക്ഷിതരാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണും, മഹാനായ ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു സ്വഹാബി അൽ കഹ്ഫ് സൂറത്ത് ഓതി. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മൃഗം കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കെട്ടിയിടപ്പെട്ട ഒരു മൃഗത്തിൻ്റെ മുമ്പിൽ വെച്ച് അൽ കഹ്ഫ് സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഈ കെട്ടിയിട്ട മൃഗം അതിങ്ങനെ തുള്ളുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു കറുത്ത ഒരു മേഘം പോലത്ത ഒന്ന് അതിങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വരുന്നതായി കാണുകയാണ്. അപ്പൊ ഇത് ഒരു അത്ഭുതമായി കണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അൽ കഹ്ഫ് സൂറത്ത് ഓതുമ്പോൾ അവിടെ ഒരു മൃഗം കെട്ടിയിട്ടു, അതിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ അൽ കഹ്ഫ് ഓതുമ്പോൾ അതിങ്ങനെ ചാടുകയാണ്. ആകാശത്തിൽ നിന്ന് ഒരു മേഘം ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന സകീനത നസലത് ലിൽ ഖുർആൻ, അത് അൽ കഹ്ഫ് സൂറത്ത് ഓതിയ ആ ഖുർആനിൻ്റെ സൂറത്ത് ഓതിയപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സഹോദരന്മാരെ, അൽ കഹ്ഫ് നമ്മൾ എല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയും അത് ഓതണം. ഒന്നിലധികം ഓതൽ സുന്നത്തുണ്ട്. സാധിക്കുന്നത്ര അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച രാത്രിയോ പകലോ ആയിട്ട് നമ്മൾ ഓതണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ സൂറത്തുൽ കഹ്ഫ് വലിയ ഫലമുള്ളതാണ്. അൽ കഹ്ഫ് സൂറത്ത് ഓതുന്ന ആളുകളുടെ ഖബർ അത് പ്രകാശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഉമ്മ മരണപ്പെട്ടു. ഒരല്പം മുമ്പാണ് ആ മയ്യത്ത് മറമാടിയിട്ടുള്ളത്. മുള്ളുകുടയുടെ ഉമ്മ, മുഹമ്മദ് അലിൻ്റെ ഉമ്മ. അല്ലാഹു തആല ആ ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആ ഉമ്മയുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലാകട്ടെ. അങ്ങനെ ആ ഉമ്മാൻ്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ തന്നെ ആ പോരൻ്റെ അടുത്ത് തന്നെ വേറൊരു ഉമ്മയും മരണപ്പെട്ടു. അല്ലാഹു തആല ആ ഉമ്മാക്കും മഗ്ഫിറത്ത് നൽകട്ടെ. അങ്ങനെ മനുഷ്യൻ്റെ മരണം അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ അങ്ങ് നടന്നു പോവുകയാണ്. മരിച്ചവർ ഒരിക്കലും കരുതിയില്ല ഞാൻ നാളെ ഖബറിലുണ്ടാകുമെന്ന്. അല്ലെങ്കിൽ അവരെ അറിയുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നാളെ ഈ സമയത്ത് നമ്മൾ ഖബറിലുണ്ടാകുമെന്ന്. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഈ സൂറത്തുൽ കഹ്ഫ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പ്രധാനമായ സംഭവങ്ങൾ പറയുന്നുണ്ട്. ആ 4 സംഭവങ്ങളും മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കാനും അള്ളാഹുവിൻ്റെ മേലിലുള്ള വിശ്വാസം ഉറപ്പിക്കാനുമുള്ള 4 സംഭവങ്ങളാണ് അൽ കഹ്ഫ് സൂറത്തിൽ അള്ളാഹു പറയുന്നത്. അത് നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, ഗുഹയിൽ പോയി താമസിച്ച 7 ആളുകളുടെ സംഭവം. 2,
ഒരു രണ്ടാളുകൾ ഒരു സംസാരിക്കുന്ന ഒരു സംഭവമുണ്ട്. രണ്ടാളിൽ ഒരാൾക്ക് നല്ല ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അതിലുണ്ട്. മൂന്നാമത്തത് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഇൽമു പഠിക്കാൻ വേണ്ടി പോയ ഒരു ചരിത്രം, ഖിദ്ർ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ പോയ ഒരു സംഭവം ഉണ്ട്. നാലാമത്തത് ദുൽഖർനൈൻ രാജാവിനെ പറ്റിയുള്ള ഒരു ചരിത്രവും അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നിലേക്കും കടന്നു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് യഹൂദികൾ 3 ചോദ്യം ചോദിച്ചു. അതിൽ ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഗുഹയിൽ പോയി താമസിച്ച ആളുകളെ പറ്റിയുള്ള സംഭവം അതെന്താണ് നബിയെ? ഇവർ ഈ ചോദ്യം റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു ഉത്തരം അറിയണം എന്ന ഉദ്ദേശത്തിൽ മാത്രമല്ല, ഈ സംഭവങ്ങൾ അത് കൃത്യമായി വിവരിച്ചു കൊടുത്താൽ ഈ പറയുന്ന വ്യക്തി ഒറിജിനൽ നബിയാണ് എന്നവർക്ക് ബോധ്യപ്പെടും. കാരണം അവർക്ക് അതിനെപ്പറ്റി ധാരണയുണ്ട്. ആ ചരിത്രത്തിനെ പറ്റിയും ആ ഗുഹയിൽ പോയി താമസിച്ച ആളുകളെ പറ്റിയും അവരുടെ കിതാബിൽ പഠിച്ച വിവരം അവരുടെ അടുക്കൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലോ മുൻഗാമികളുടെ കിതാബുകൾ നോക്കി വായിക്കുകയോ പഠിക്കുകയോ ചെയ്ത ആള് അല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ചരിത്രം അറിയണമെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള വഹി കൊണ്ടല്ലാതെ അറിയാനുള്ള ഒറ്റ വഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. ഈ ചരിത്രം അവർക്ക് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്താൽ മുഹമ്മദ് നബി ഒറിജിനൽ നബിയാണെന്നും അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന നബിയാണെന്നും അവർക്ക് ബോധ്യപ്പെടും. അതിനുവേണ്ടിയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്. രണ്ടാമത്തെ അവരുടെ ചോദ്യം ദുൽഖർനൈൻ രാജാവിനെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം റൂഹിനെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. ഈ 3 ചോദ്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പിന്നീട് നിങ്ങൾക്കതിൻ്റെ ഉത്തരം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ഞാൻ നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ ഉത്തരം പറയാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല, വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം. ഈ ചോദ്യം അവർ ചോദിച്ചപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിട്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്നില്ല 15 ദിവസത്തോളം. അപ്പോൾ അവർ പരിഹസിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. എന്തേ ഉത്തരം പറയാത്തത്? ഒറിജിനൽ നബിയാണെങ്കിൽ എന്തേ ഉത്തരം പറയാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചു. 15 ദിവസമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അൽ കഹ്ഫ് സൂറത്തിന്റെ ആയത്ത് അല്ലാഹു തആല ഇറക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീമി കാനൂ മിൻ ആയാതിനാ അജബാ.
ഓ നബിയെ, തങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗുഹയിൽ പോയി താമസിച്ച ആളുകൾ അവരുടെ ചരിത്രം വലിയ അത്ഭുതമാണെന്ന് തങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തങ്ങൾ ഒരിക്കലും അതിന് വലിയ അത്ഭുതമായി വിചാരിക്കണ്ട. അവർ അവരുടെ കിതാബ് നോക്കി അത് പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ തങ്ങൾക്കറിയാത്തത് കൊണ്ട് അത് വലിയ അത്ഭുതമുള്ള ചരിത്രമാണെന്ന് തങ്ങൾ വിചാരിക്കണ്ട. അല്ലാഹു തആല ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഗുഹയിലേക്ക് പോയ താമസിച്ച ചെറുപ്പക്കാർ അതാരാണ്? അവർ ആ നാട്ടിലെ 7 പ്രധാനപ്പെട്ട ചെറുപ്പക്കാരാണ്. അവർ നേരത്തെ മുസ്ലിമായ ഈമാൻ രഹസ്യമാക്കി വെച്ച് നടന്നിരുന്ന നാട്ടിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരാണ്. ഏറ്റവും നല്ല ദീനീ ബോധമുള്ള നല്ല ചെറുപ്പക്കാരാണ്. 7 നല്ല ചെറുപ്പക്കാർ. അല്ലാഹുവിനെ ഭയമുള്ള, അല്ലാഹുവിനെ പേടിയുള്ള നല്ല ചെറുപ്പക്കാരാണ്. അവർ രഹസ്യമായി അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്. ആരാധന പരസ്യപ്പെടുത്തിയാൽ ആ കാലത്തൊരു രാജാവുണ്ട്, ദഖ്യാനൂസ് എന്ന് പറയുന്ന രാജാവ്. ആ രാജാവ് ഈ ചെറുപ്പക്കാരെ ജയിലിലിടും, അല്ലെങ്കിൽ കൊന്നുകളയും, ശിക്ഷിക്കുമെന്ന് ഭയന്ന ആ ചെറുപ്പക്കാർ രഹസ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ രാജാവിന് വിവരം കിട്ടി. നാട്ടിലുള്ള 7 ചെറുപ്പക്കാർ, നല്ല ദീനുള്ള ആ ചെറുപ്പക്കാരെ പറ്റി രാജാവിനിക്ക് വിവരം കിട്ടി. എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി ആ രാജാവിന്റെ വാദം അദ്ദേഹം ഒരു ദൈവമാണ് എന്നാണ്. നാട്ടിലുള്ള എല്ലാവരും ആ രാജാവിനെ ആരാധിക്കുകയാണ്. ഈ ചെറുപ്പക്കാർ രാജാവിനെ വിട്ടിട്ട് അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്ന ചെറുപ്പക്കാർ എന്ന് രാജാവിനറിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരെ ശിക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് രാജാവ്. അപ്പോൾ ചെറുപ്പക്കാരെന്ത് ചെയ്തു? ആ 7 ചെറുപ്പക്കാർ പരസ്പരം ഒരുമിച്ച് കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്താണ് തീരുമാനം? നമുക്ക് ഈ രാജാവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ഗുഹയിലേക്ക് പോയി താമസിക്കണം. എന്തേ? ഈ ചെറുപ്പക്കാർക്ക് മരിക്കുന്നതിന്റെ പേടിയല്ല, ഈ ചെറുപ്പക്കാർക്ക് മരണത്തിന് പേടിയില്ല. അവർ തീർത്തും അല്ലാഹുവിലേക്ക് ലയിച്ചു പോയ മഹാന്മാരാണ്. പിന്നെന്തിനാണ് ഒരു രാജാവിനെ പേടിക്കുന്നത്? അവരെ രാജാവ് കൊന്നുകളഞ്ഞാൽ അവർക്ക് ശുഹദാഇന്റെ കൂലി കിട്ടും, അത് ശരിയാണ്. പക്ഷേ അവരെ കൊണ്ട് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ നാട്ടിലുണ്ടാകണം. അവരെ കൊണ്ട് സുന്നത്ത് ജമാഅത്തിനും ദീനിനും വലിയ ഫലമുണ്ടാകണം. അവരങ്ങ് ചെറുപ്പക്കാരായിരിക്കെ മരണപ്പെട്ടാൽ പിന്നെ ആ നാട്ടിൽ ദീൻ ആര് പഠിപ്പിക്കും? ആ നാട്ടിൽ അല്ലാഹുവിനെ പറ്റി ആര് പറഞ്ഞു കൊടുക്കും? ഇത് മനസ്സിലാക്കി ആ ചെറുപ്പക്കാർ പരസ്പരം തീരുമാനിക്കുകയാണ്, നമുക്ക് ഗുഹയിൽ പോയി താമസിക്കാം, ഗുഹയിൽ പോയി താമസിക്കാമെന്ന് തീരുമാനിക്കുന്നു. ആ സമയത്ത് ആ നാട്ടിൽ ഒരു ഉത്സവമുണ്ടായിരുന്നു. ആ ഉത്സവത്തിലേക്ക് എല്ലാവരും പോകുന്ന സമയം ഈ ചെറുപ്പക്കാർ കയ്യിലതാ ഒരു വടിയും ബോളും പിടിച്ച് ആർക്കും സംശയം വരാത്ത രൂപത്തിൽ ഈ 7 ചെറുപ്പക്കാർ ഗുഹയിലേക്ക് പോകുന്നു. ഗുഹയിലേക്ക് പോകുമ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു, നോക്കൂ നിങ്ങൾ, ഒരു രാജാവിന്റെ അക്രമത്തിനെ ഭയന്ന് നാട്ടിൽ താമസിച്ചാൽ അവരുടെ ഈമാനിന് അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞ ചെറുപ്പക്കാർ ഇനിയുള്ള ജീവിതം ഗുഹയിലാവട്ടെ എന്ന് വിചാരിച്ച് ഗുഹയിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
53 വർഷം മദീനയിൽ താമസിച്ചു. ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും അധികമായപ്പോൾ മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മുൻഗാമികളായ ഒരുപാട് അംബിയാ മുർസലീങ്ങൾ പലപ്പോഴും ആവശ്യം വരുമ്പോൾ മറ്റു നാട്ടിലേക്ക് ഹിജ്റ പോയ ചരിത്രങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹിജ്റ പോയതുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയതുണ്ട്. അതെല്ലാം അവരുടെ ദീനിനെ സംരക്ഷിക്കാനാണ്. അവരുടെ സ്വത്ത് സംരക്ഷിക്കാനോ ശരീരം സംരക്ഷിക്കാനോ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനാണ് പലരും ഹിജ്റ പോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ വളരെ പ്രശസ്തമാണ്. ഈ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഗുഹയിൽ താമസിച്ചിരുന്ന 7 ചെറുപ്പക്കാർ രാജാവിൽ നിന്ന് മറയാൻ വേണ്ടി ഗുഹയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഗുഹയിലേക്ക് അവർ നടന്നു പോകുന്നു. ഗുഹയിലേക്ക് നടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, നടന്നു പോകുന്ന വഴിയിൽ ഒരു കർഷകനായ ഒരു മനുഷ്യനെ കാണുന്നു. കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു നായയുമുണ്ട്. നായ കൂടെയുള്ള ഒരു കൃഷി ചെയ്യുന്ന കർഷകനെ ഇവർ കണ്ടു. അപ്പോൾ നായ ഇവരുടെ പിന്നാലെ കൂടി. ഇവരെ പിന്നാലെ നായങ്ങ് കൂടിയപ്പോൾ ഇവരിൽ ഒരാള് ആ നായയെ കല്ലെറിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണത്. നായ ഒരു ബുദ്ധിമുട്ട് ചെയ്തില്ലെങ്കിലും അങ്ങോട്ട് കല്ലെറിയുന്നൊരു സ്വഭാവം. സുബ്ഹാനല്ലാഹ്, നായക്ക് കല്ലെറിഞ്ഞപ്പോൾ ആ നായ 2 കൈയിനെയും മേലോട്ടുയർത്തി. നായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നായക്ക് സംസാരിക്കാനുള്ള സംസാരശേഷി കൊടുക്കുന്നു. നായ സംസാരിക്കുന്നു. ലിമാ തത്റുദൂനനി, എന്തിനാണ് നിങ്ങൾ എന്നെ ഓടിക്കുന്നത്? ലിമ തർജുമൂനനി, നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത്? ലിമ തദ്രിബൂനനി, നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കുന്നത്? ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലഖദ് അറഫ്തുല്ലാഹ ഖബ്ല അൻ തഅരിഫൂഹു ബി40 സന, നിങ്ങൾ അല്ലാഹുവിനെ അറിയുന്നതിന്റെ 40 കൊല്ലം മുമ്പ് ഞാൻ അല്ലാഹുവിനെ അറിഞ്ഞ ആളാണ്. പറയുന്നത് ആരാ? നായിയാണ്. അത് ഒറിജിനൽ നായി തന്നെയാണ്. നായി എന്നുള്ള പേരുള്ള മനുഷ്യനല്ല. ഒറിജിനൽ നായ അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിനെ അറിയുന്നതിന്റെ 40 വർഷം മുമ്പ് ഞാൻ അല്ലാഹുവിനെ അറിഞ്ഞ ആളാണ്. ഈ വാക്കങ്ങ് കേട്ടപ്പോൾ ഖുർആൻ പറയുന്നു, വസിദ്നാഹും ഹുദാ. ആ ഗുഹയിൽ പോയ താമസിക്കുന്ന ചെറുപ്പക്കാർക്ക് അല്ലാഹു സന്മാർഗത്തിന് അധികമാക്കി കൊടുത്തു. അവർക്ക് നേരത്തെ അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. നേരത്തെ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. പക്ഷേ ഈ നായങ്ങ് സംസാരിച്ചപ്പോ നായ എന്താ പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിനെ അറിയുന്നതിന്റെ 40 കൊല്ലം മുമ്പ് ഞാൻ അല്ലാഹുവിനെ അറിഞ്ഞ ആളാണ് എന്നല്ലേ? ഈ ഒരു വാക്ക് നായയിൽ നിന്ന് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ ഈമാൻ വർദ്ധിച്ചു. അതങ്ങനെയാണ്. ഈമാനുള്ള ജനങ്ങൾക്ക് ഇവിടെ അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ്. ഇവിടെ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, കഴിഞ്ഞ വർഷം വയനാടിൽ വലിയ ഒരു ദുരന്തമുണ്ടായി. രാത്രി സുബഹിയാകുന്ന സുബഹിക്ക് മുമ്പ് 4-5 നാടുകൾ മുഴുവനും മണ്ണിന്റെ അടിയിൽപ്പെട്ടു. ആ സമയത്ത് ഒരു അമുസ്ലിമായ ഒരു സഹോദരി, ആ സഹോദരിയുടെ കൂടെ ചെറിയൊരു കിടാവുണ്ട്. ആ കിടാവിനെയും തട്ടിയിട്ട് ഒരു അജ്ജി, ഉമ്മന്റെ ഉമ്മ, അത് ആരുമില്ലാത്ത ഒരു ബിൽഡിംഗ് ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് മഴയുടെ വെള്ളത്തിൽ ആ മണ്ണോടുകൂടെ ഇങ്ങനെ വലിച്ചു പോയി.
ആ സമയത്ത് ഈ ഉമ്മയുടെ ഈ വയസ്സായ പെണ്ണിന്റെയും ഈ കിടാവിന്റെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വലിയൊരു ആനയാണ്, വലിയൊരു കാട്ടാനയാണ്. കാട്ടാനയെ കണ്ടാൽ ആരും പേടിച്ചു പോകും. ആ സഹോദരി പറയുന്നു, രാത്രി മുതൽ രാവിലെ വരെ ആ ആനയുടെ മുമ്പിൽ ഞങ്ങൾ സുബഹിയാക്കി. ആ സമയത്ത് ആനയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു. ആന ഇവരുടെ രോമത്തിന്, ചെറിയൊരു രോമത്തിന് പോലും വേദന ഏൽപ്പിച്ചിട്ടില്ല. ആനയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നു. ആ സഹോദരി പറഞ്ഞു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് കൈ ഉയർത്തി ആനയുടെ മുമ്പിൽ അങ്ങ് കേണപേക്ഷിച്ചപ്പോൾ ആനയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചു. ആരാണ് ആനയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചത്? അള്ളാഹുവിന്റെ ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോൾ ഈമാനുള്ള ജനങ്ങൾക്ക് അത് വല്ലാത്ത സംഗതിയാണ്. ഈ ഗുഹയിൽ പോയി താമസിച്ച 7 ചെറുപ്പക്കാർ നായ സംസാരിച്ചപ്പോൾ അവരുടെ ഖൽബിൽ ഈമാൻ വർദ്ധിച്ചു. فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. അവർ പരസ്പരം സംസാരിച്ചു, നമ്മുടെ റബ്ബ് ആകാശത്തിന്റെയും ഭൂമിയുടെ റബ്ബാണ്, അവനല്ലാതെ ഒരു ഇലാഹില്ല, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുകൊണ്ട് എന്തുണ്ടായാലും അല്ലാഹുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് രാജിവെക്കാൻ ഞങ്ങളെ കിട്ടൂല. ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റെ പീഡനങ്ങളോർത്ത്, ഏതെങ്കിലും ഒരു അക്രമിയുടെ ഉപദ്രവങ്ങളോർത്ത് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടവരല്ല നമ്മൾ ഈമാൻ ഉറച്ചവരാകണം. എന്തുണ്ടായാലും നമ്മൾ പതറാതെ, പേടിക്കാതെ നമ്മുടെ ഈമാനുമായി നമ്മൾ മുന്നോട്ട് പോകണം. അതല്ലേ അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലോകമുണ്ടായത് മുതൽ തന്നെ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ നമ്മളാരും ടെൻഷൻ അടിക്കാതെ, നമ്മളാരും ബേജാറാകാതെ, നമ്മളാരും പേടിക്കാതെ അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുക. ആ ചെറുപ്പക്കാരതാ പറയുന്നത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഉറപ്പിച്ചവരാണ്. അങ്ങനെ 7 ചെറുപ്പക്കാർ ഗുഹയിലേക്ക് പോയി. പോകുമ്പോൾ ഇവരെ കൂടെ നായയുണ്ട്. നായ അവരോട് സംസാരിച്ചു. അവർക്ക് വല്ലാത്ത വിശ്വാസം വർദ്ധിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ആ നായ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തഖാഫൂ മിന്നി, നിങ്ങൾ എന്നെ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യൂല. അന ഉഹിബ്ബു അഹിബ്ബാ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സംസാരിച്ചത് പറഞ്ഞത് നായിയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏത് നായ? തൊട്ടാൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമായ നായ. നമ്മളെ നാട്ടിലൊക്കെ നായില്ലേ? അതേ നായന്നെ. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധം. നായ, പന്നി എന്ന് പറയുന്ന 2 ജീവികൾ മുഗല്ലദായ നജസാണ്. അത് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. എങ്ങനെ തൊട്ടാൽ? ചണ്ടിയോടുകൂടെ തൊട്ടാൽ. നായ ചണ്ടിയുണ്ട്, അല്ലെങ്കിൽ തൊട്ട സ്ഥലം ചണ്ടിയാണ് എങ്കിൽ 7 പ്രാവശ്യം കഴുകണം. നായ ഉണങ്ങിയതാണ്, സ്ഥലവും ഉണങ്ങിയതാണ്, എന്നാൽ കഴുകേണ്ടതില്ല. നായ നജസാണെങ്കിൽ നനവ് വേണം. ഡ്രൈ ആയ നായ തൊട്ടാൽ നജസാവുകയില്ല. കാലിന്റെ അടയാളം കാണുന്നു സിറ്റൗട്ടിൽ, എന്നാ പിന്നെ ചണ്ടിയായത് എന്നുറപ്പായല്ലോ. എന്നാ കഴുകൽ നിർബന്ധമാണ്. ഒരു അടയാളവുമില്ല, നായ വന്ന് കയറി ഇറങ്ങിപ്പോയി, കഴുകേണ്ടതില്ല. കഴുകുമ്പോ എങ്ങനെ കഴുകണം? 7 പ്രാവശ്യം കഴുകണം. അതിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. പിന്നെ 6 പ്രാവശ്യം സാധാ വെള്ളം കൊണ്ട് കഴുകണം. മണ്ണിന് പകരം സോപ്പിട്ടാ മതിയോ?
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ ഇട്ടാൽ മതിയോ? മതിയാവൂല. അത് മതിയാവൂല. മണ്ണ് കൊണ്ട് തന്നെ കഴുകണം. നായയുടെ രോമങ്ങൾ ഉണ്ടെങ്കിൽ സിറ്റൗട്ടിൽ നായ കടന്നു, അപ്പോ അടയാളമൊന്നുമില്ല, കുറെ രോമങ്ങളുണ്ട്, എന്നാൽ കഴുകേണ്ടതില്ല. ആ രോമങ്ങളെ അടിച്ചിട്ട് എടുത്താൽ മതി. നായയെ വളർത്തുന്നത് അത് ജായിസാകുന്ന രൂപവുമുണ്ട്, പാടില്ലാത്ത രൂപവും ഉണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനിത്തഖദ കൽബൻ ഇല്ലാ കൽബ മാശിയ ഔ സൈദിൻ ഔ സർഇൻ ഉൻതുഖിസ മിൻ അജ്രിഹി കുല്ല യൗമിൻ ഖിറാത്ത്. കൃഷിയുള്ള ഒരാള് നായിനെ വളർത്താം, അല്ലെങ്കിൽ വേട്ടയാടാൻ വേണ്ടി നായി വളർത്താം, വീട് കാവൽ നിൽക്കാൻ വേണ്ടി നായി വളർത്താം. ഈ 3 ആവശ്യങ്ങൾക്ക് വേണ്ടി നായി വളർത്തിയാൽ ആ വളർത്തിയാളുടെ കൂലി ഒന്നും കുറയുകയില്ല. ഈ 3 ആവശ്യവുമില്ല, വേട്ടയാടാൻ ആവശ്യമില്ല, കൃഷിയില്ല, അതുപോലെ തന്നെ കാവലിന് വേണ്ടി ഒന്നുമല്ല എങ്കിൽ നായി വളർത്തൽ കറാഹത്താണ്. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ കൂലി കുറയുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അപ്പോ നായി വളർത്തുന്നത് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് ജായിസാണ്, ഒരാവശ്യവുമില്ലാതെയാണെങ്കിൽ കറാഹത്താണ്. മാത്രമല്ല, നായ വളർത്തുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കടക്കുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ചർച്ചയിലുള്ള നായ അത് അസ്ഹാബുൽ കഹ്ഫ്, ഔലിയാക്കന്മാരുടെ കൂടെ പോയ ഒരു നായയാണ്. ആ നായ സ്വർഗത്തിലാണ്. ആ നായ അവരോട് പറയുന്നു, അന ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളോട്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് നായ അവരോട് പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മളോട് പറയുന്നു, ഒരു നായ അത് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്. ആ നായ അസ്ഹാബുൽ കഹ്ഫാകുന്ന ഔലിയാക്കന്മാരെ സ്നേഹിച്ചപ്പോൾ ആ നായക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തു. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമ പറയുന്ന, നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഔലിയാക്കളെ സ്നേഹിച്ചാൽ പിന്നെ അവർക്ക് മഹത്വം കിട്ടാതിരിക്കുമോ? ഔലിയാക്കളെ സ്നേഹിക്കുന്നത് വലിയ ഏറ്റവും ഔലിയാക്കളുടെ ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാണ്. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അത് കാരണമാണ്. കാരണമെന്തേ? ഔലിയാക്കളെ സ്നേഹിച്ച നായക്ക് വലിയ മഹത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീനയുടെ പുറത്തിങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് കൂടെ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, മതസ്സാഅ, ഓ നബിയെ, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ അഅദത ലഹാ, ഖിയാമത്ത് നാളിന് നീ എന്താണ് തയ്യാർ ചെയ്തത്? നിന്റെ കയ്യിൽ എന്താണ് അതിനുള്ള തയ്യാർ ചെയ്ത് നീ വെച്ചിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയേ, ഞാൻ കൂടുതൽ നിസ്കരിച്ചവനോ കൂടുതൽ നോമ്പെടുത്തവനോ ഒന്നുമല്ല, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, പക്ഷേ എനിക്ക് അല്ലാഹുവിനോടും റസൂലുള്ളാഹിനോടും വലിയ സ്നേഹമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ്. നീ അള്ളാഹിനെയാണോ സ്നേഹിക്കുന്നത്, നീ അള്ളാഹിന്റെ ആളാണ്. നീ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു, റസൂലുള്ളാഹിന്റെ ആളാണ്. നീ ഔലിയാക്കളെ സ്നേഹിക്കുന്നു, നീ ഔലിയാക്കന്മാരുടെ ആളാണ്. നീ ആരെ സ്നേഹിക്കുന്നുവോ അവരെ കൂടെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു,
ഞാൻ ഇസ്ലാമായതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു വാക്ക്, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരെ കൂടെ എന്നല്ലേ പറഞ്ഞത്, ആ ഒരു വാക്ക് കേട്ടതിന് ശേഷം നമ്മുടെ ഖൽബിലുണ്ടായ സന്തോഷം അത് ചെറുതല്ല കേട്ടോ. കാരണം ഫഅന ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും റസൂലുള്ളാഹിനെയും മഹബ്ബത്ത് വെക്കുന്നു. വഅബൂബക്കറിൻ വഉമറ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഖത്താബ് തങ്ങളെയും വല്ലാതെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പായി ഞാൻ അവരെ കൂടെയായിരിക്കും സ്വർഗത്തില്. അവരുടെ അമൽ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും അവരെ കൂടെയായിരിക്കും ഞാൻ എന്ന ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മനസ്സിലേക്ക് തോന്നിയ നിമിഷമാണ്. അതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, നല്ലവരെ നമ്മൾ സ്നേഹിക്കണം, സ്വാലിഹീങ്ങളെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹം നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ അസ്ഹാബുൽ കഹ്ഫ്, ഈ ഗുഹയിൽ പോയി താമസിക്കുന്ന 7 ചെറുപ്പക്കാർ ഗുഹയിൽ പോയി താമസിക്കുന്നു. അവരെ കൂടെ നായയും ഉണ്ട്. ആ നായ ആ ഗുഹയുടെ പുറത്തിങ്ങനെ കാവൽ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഗുഹയിലേക്ക് പോയിട്ട് ഇവരെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ഉറക്കം ഇട്ടുകൊടുത്തു. നല്ല ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ നായ പുറത്ത് കാവലാണ്. ഇവർക്കാണെങ്കിലോ നല്ല ഉറക്കാണ്. ഉറക്ക് എത്രയാ ഉറങ്ങിയത്? നീണ്ട ഉറക്കാണ്. ഒരു ദിവസം രാവിലെ ഇവർ ഗുഹയിലേക്ക് പോയതാണ്. വൈകുന്നേരമാകുമ്പോ ഉറക്കിൽ നിന്ന് ഇവർ എഴുന്നേറ്റു. അവർ വിചാരിച്ചത് ഇന്ന് രാവിലെ ഗുഹയിലേക്ക് പോയത് ഇന്ന് വൈകുന്നേരമാകുമ്പോ എണീച്ചതാണ് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. നീണ്ട ഒരുപാട് കാലമാണ് ഗുഹയിൽ അവർ ഉറങ്ങിയത്. വൈകുന്നേരം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പരസ്പരം ഇങ്ങനെ സംസാരിച്ചു. അവർ ചോദിച്ചു, കം ലബിസ്തും, എത്രയാ നിങ്ങൾ ഈ ഗുഹയിൽ താമസിച്ചത്? എത്ര സമയമാണ് ഇവിടെ കിടന്നത്? ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പമോ ആണ് നമ്മൾ ഇവിടെ കിടന്നത്. സുബ്ഹാനല്ലാഹ്. ഖാലൂ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, നമ്മൾ എത്രയാണ് ഈ ഗുഹയിൽ ഇരുന്നത്, ഉറങ്ങിയത് നമ്മുടെ റബ്ബല്ലാതെ അറിയില്ല. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇവരുടെ നഖം ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്, ഇവരുടെ മുടി ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്. രാവിലെ ഗുഹയിലേക്ക് പോകുമ്പോ ഇങ്ങനെ മുടിയുമില്ല, നഖവുമില്ല. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോ നീണ്ട മുടിയും നഖവും കണ്ടപ്പോ അവര് പറഞ്ഞു, റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, നിങ്ങൾ എത്രയാണ് താമസിച്ചത് ഗുഹയിലെന്ന് റബ്ബല്ലാതെ അറിയില്ല. അങ്ങനെ അവർ വിശപ്പുണ്ടായി. അങ്ങനെ വിശപ്പടക്കാൻ വേണ്ടി ഒരാളെ കയ്യിൽ പണം കൊടുത്ത് അങ്ങാടിയിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അയക്കുന്നു. ഭക്ഷണം വാങ്ങാൻ വേണ്ടി അയക്കുമ്പോ അവർ പറയുന്നു, ഫല്ലൻദുറു അയ്യുഹാ അസ്കാ തുആമാ, ഒരാള് പോയിട്ട് അങ്ങാടിയിൽ പോയി ഭക്ഷണം കൊണ്ടുവരണം, നല്ല ഭക്ഷണം കൊണ്ടുവരണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള നല്ല ഭക്ഷണം. ഒന്ന് അറുത്തിട്ടുള്ള ഭക്ഷണമായിരിക്കണം. അത് പറയാനുള്ള കാരണം, ഇവർ ഏതൊരു രാജാവിനെയാണോ പേടിച്ച് ഗുഹയിലേക്ക് പോയത്, ആ രാജാവ് വിഗ്രഹത്തിന്റെ പേരിൽ അറുക്കുന്ന അറവായിരുന്നു. അപ്പൊ ഹലാല് ആയിട്ടുള്ള അറുത്തിട്ടുള്ള ഇറച്ചി, മാംസം അത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അള്ളാഹിന്റെ പേരിൽ അറുത്തത് മാത്രമേ തിന്നാൻ പാടുള്ളൂ. ആ നിലക്ക് ഏറ്റവും നല്ല പരിശുദ്ധമായ ഭക്ഷണം, ഹറാമില്ലാത്ത ഹലാല് മാത്രമുള്ള ഭക്ഷണമായിരിക്കണം. ഉണ്ടാക്കിയ ഭക്ഷണം തിന്നാൻ പറ്റുന്നതാവണം.
ഇങ്ങനെ എല്ലാ നിലക്കും നല്ല നല്ല ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി അങ്ങാടിയിലേക്ക് അയക്കുന്നു. അപ്പോൾ പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നമ്മൾ ഈ ഗുഹയിലുള്ളതും ഇങ്ങനെ നമ്മൾ ഒളിച്ചിരുന്ന് ഗുഹയിലിരിക്കുന്നത് ആരും അറിയാൻ പാടില്ല. രാജാവും അറിയാൻ പാടില്ല, അനുയായികളും അറിയാൻ പാടില്ല. ഒരാളും അറിയാത്ത നിലക്ക് ഭക്ഷണം വാങ്ങി വരണം. അങ്ങനെ ഒരാൾ അങ്ങാടിയിലേക്ക് പോയി. പോകുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതമാണ്. നാട് മുഴുവനും മാറിയിട്ടുണ്ട്. അല്ലേ? ഇപ്പൊ നമ്മളെ കേസരോട് നിന്ന് കാസർഗോഡ് പോയി അങ്ങനെ ഉണ്ടാവും. ഒരു 3 കൊല്ലം മുമ്പ് കേസരോട് നിന്ന് കാസർഗോഡ് പോയ ഒരാളും ഇന്ന് പോകുന്ന ഒരാളും അയാൾക്ക് നാടെന്നെ 3 കൊല്ലം വേണ്ട, കഴിഞ്ഞ മാസം പോയി നമുക്ക് തന്നെ കുർത്ത കിട്ടുന്നില്ല. ഉപ്പളേത്, കുമ്പളേത്, വസങ്കെടുത്തിയ ആർക്കും കുർത്ത കിട്ടുന്നില്ല. എല്ലാം മാറി, എല്ലാം ചേഞ്ചായി. നാട് മുഴുവൻ ഷേപ്പന്നെ ചേഞ്ചായി നാടിന്റെ. എന്നാൽ ഇവര് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നാട് മുഴുവനും മാറിയിട്ടുണ്ട്. ഒരാൾക്ക് അദ്ദേഹത്തിന് നാടിന്റെ പരിചയം തന്നെ ഇല്ല. അങ്ങനെ അങ്ങാടിയിലേക്ക് പോയി എത്തി. ഭക്ഷണം വാങ്ങി പൈസ കൊടുക്കുമ്പോ ഒരു പൈസ കൊടുത്തു. പീഡക്കാരൻ പിടിച്ചു വെച്ചു. ഈ പൈസ എവിടുന്നാണ്? ഈ പണം, ഈ കോയിൻ ഇത് ബാൻ ചെയ്തതാണ്. എത്രയോ മുമ്പുള്ള ഒരു പണവുമായിട്ടാണ് ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹം പോകുന്നത്. പീഡക്കാരൻ പിടിച്ചു വെച്ചു. ഇതെവിടുന്നാ ഈ കോയിൻ? ഇതെവിടുന്നാണ് ഈ പണം? അപ്പോൾ നിർവാഹമില്ലാതെ ഈ പോയ മനുഷ്യൻ സത്യം പറയേണ്ടി വന്നു. ഞങ്ങൾ ഗുഹയിൽ താമസിക്കുന്നവരാണ്. എപ്പോഴാ നിങ്ങൾ ഗുഹയിലേക്ക് പോയത്? സുബ്ഹാനല്ലാഹ്, അവർക്കൊരു പിടിയുമില്ല. എപ്പോഴാണ് പോയത് എന്നുള്ള വിവരം അവർക്ക് പോലുമില്ല. അങ്ങനെ ഗുഹയുടെ പുറത്തൊരു ഡേറ്റ് എഴുതി വെച്ചിരുന്നു. ആരാ എഴുതിയത്? ഇവർ ഗുഹയിലേക്ക് പോകുമ്പോ പുറത്തുനിന്ന് നോക്കിയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇവർ ഗുഹയിലേക്ക് പോകുമ്പോൾ ഒരു ഡേറ്റ് എഴുതി വെച്ചു. ആ പലക ഡേറ്റ് എഴുതിയത് പരിശോധിക്കുമ്പോ 309 വർഷം മുമ്പ് ഗുഹയിലേക്ക് പോയി ഉറങ്ങിയ ആളുകളാണ് ഇവർ. 309 കൊല്ലം. അങ്ങനെ രാജാവ്, അങ്ങനെ പീഡക്കാരൻ ഇദ്ദേഹത്തെ പിടിച്ചു. അപ്പൊ ബാക്കിയുള്ളവരെവിടെ? ഗുഹയിലുണ്ട്. അങ്ങനെ രാജാവിന് വിവരം കൊടുത്തു. രാജാവും പട്ടാളവും എല്ലാം ഗുഹയിലേക്ക് വന്നു. ഇവരെ കണ്ടു. ബോധ്യമായി ഇവർ 300 വർഷം മുമ്പ് ഗുഹയിലേക്ക്, 309 വർഷം മുമ്പ് ഗുഹയിലേക്ക് വന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൻ്റെയും പിന്നിൽ ഓരോ കാരണങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് പ്രിയപ്പെട്ടവർ ഈ സംഭവം. ഈ 309 വർഷം കഴിഞ്ഞിട്ട് അന്ന് ആ നാട്ടിലെ രാജാവ് നേരത്തെയുള്ള രാജാവല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാഫറായ രാജാവ് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള മുസ്ലിമായ രാജാവാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക്, ചില ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു, മരണപ്പെട്ടാൽ മരിച്ചുപോയവരെ എങ്ങനെയാണ് ഹയാത്താക്കുക? മരിച്ചുപോയവരെ അള്ളാഹു ഹയാത്താക്കാൻ കഴിയുമോ? മരിച്ച് മണ്ണായി ഖബറിൽ വെച്ചിട്ട് മണ്ണായി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഹയാത്താക്കുക? ഖബറിൽ വെച്ചിട്ട് ഇനി മഹ്ശറിലേക്ക് എങ്ങനെയാണ് മനുഷ്യരെ ഹയാത്താക്കുക? ഈ സംശയം രാജാവിന്റെ കൊട്ടാരത്തിലുള്ള പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു മറുപടി എന്നോണം ഈ ആളുകളെ അല്ലാഹു തആല ഉറക്കുകയാണ്. ഉറക്ക് എന്നുള്ളത് നീണ്ട ഉറക്കാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള ഉറക്കമല്ല. 309 കൊല്ലം അവർ ഉറങ്ങിപ്പോയി. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി. രാജാവിന്റെ കൊട്ടാരത്തിൽ സംസാരിച്ചപ്പോൾ നീണ്ട ഉറക്ക് ഉറങ്ങിയ, മരണസമാനമായ ഉറക്ക് ഉറങ്ങിയ ഈ ആളുകളെ രാജാവിന്റെ മുമ്പിലുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് മുഴുവനും ബോധ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അല്ലാഹുവിന് കഴിയും. അത് എന്ത് സംഗതിയാണെങ്കിലും അല്ലാഹുവിന് കഴിയും. മരിച്ചവരെ ഹയാത്താക്കാൻ അല്ലാഹുവിന് കഴിയും. മരിച്ച് മണ്ണായി ജീർണമായി പോയവരെ ഹയാത്താക്കാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു തആല നമ്മൾ എങ്ങനെയാ പഠിച്ചത്? നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാം ഒരു മണ്ണിൽ നിന്നല്ലേ പഠിച്ചത്.
മണ്ണിൽ നിന്ന് പടച്ച അല്ലാഹുവിന് മണ്ണായവരെ വീണ്ടും പടക്കാനും പുനർജീവിപ്പിക്കാനും അല്ലാഹുവിന് കഴിയുണ്ട് എന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും മഹ്ശറിലേക്ക് പോകാനുള്ള ആളുകളാണ്. നമ്മുടെ ഈമാനിന്റെ ഒരു ഭാഗമാണത്. മഹ്ശറിലേക്ക് നമ്മളെല്ലാവരും യാത്ര പോകും എന്നുള്ളത്. അപ്പോ നമ്മുടെ ഈമാൻ, അല്ലാഹുവിനെ പറ്റിയുള്ള നമ്മുടെ വിശ്വാസം, എന്ത് മുസീബത്തുകൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അല്ലാഹുവിൽ നിന്നുള്ള ആ വിശ്വാസം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ഈ കാലം ഫിത്നകളും ഫസാദുകളും നിറഞ്ഞ കാലമാണ്. എത്രയോ മഹാന്മാർ, മുൻഗാമികളായ മഹാന്മാർ അവർ പറഞ്ഞില്ലേ, ലാ തസ്ഹബൻ മൻ കാന അഹ്ല ബതാലത്തിൻ വതസാഹുലിൻ ഫിദ്ദീൻ ദാക ഹുവൽ ബലാ. നീ സുഹൃത്ത് ബന്ധമുണ്ടാക്കേണ്ടത്, നിന്റെ ചങ്ങായിപ്പാടുണ്ടാക്കേണ്ടത് പിഴച്ചുപോയ ആളുകളുമായിട്ടുള്ള ബന്ധം നിനക്കൊരിക്കലും പാടില്ല. പിഴച്ച വിശ്വാസമുള്ള ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, പുത്തൻവാദികൾ, ദീനില്ലാത്ത ആളുകൾ, ലഹരിയുടെ അടിമകൾ, അവരുമായിട്ട് നിനക്കൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. വൽഉസ്ലത്തുൽ ഔലാ ഇദാ ഫസദ അസ്സമൻ. കാലം അങ്ങ് ബെടക്കായാൽ, കാലമല്ല കാലത്തിലുള്ള ജനങ്ങൾ മുഴുവനും ബെടക്കായി പോയാൽ ഏകാന്തമായി ജീവിക്കലാണ് ഏറ്റവും നല്ലത്. കൂടെ കൂടിയാൽ ഞാനും ബെടക്കായി പോകുമെന്ന് കാണുമ്പോ ഒരാളെയും കൂടെ കൂടാതെ ഏകാന്തമായി ജീവിക്കലാണ് ഏറ്റവും നല്ലത്. ഔ ഖാഫ മിൻ ഫിതനിൻ ബിദീനിൻ മുബ്തലാ. അല്ലെങ്കിൽ ഫിത്ന ഭയപ്പെട്ടാൽ, നിന്റെ ദീനിനിക്ക് അപകടം വരുമെന്ന് നീ ഭയപ്പെട്ടാൽ, ഒരാളെ കൂടെ കൂടിയാൽ എന്റെ ഈമാൻ ഇല്ലാണ്ടായി പോകും, എന്റെ ഈമാൻ ഫസാദായി പോകും, ഞാൻ ഫിത്നയിൽ അകപ്പെട്ടു പോകും എന്ന് നീ കണ്ടാൽ നീ ഏകാന്തമായി ജീവിക്കണേ. അതാണ് അസ്ഹാബുൽ കഹ്ഫ് നമ്മെ പഠിപ്പിച്ചത്. ദീനിന് ബുദ്ധിമുട്ട് വരുമെന്നറിഞ്ഞപ്പോ പിന്നെ ഒരു നാട്ടിൽ നിന്നില്ല, പിന്നെ ഗുഹയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെയാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത്. ഒരാളുടെ ദീനിന് അപകടം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, ദീൻ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം വരുമ്പോ ഏകാന്തമായിട്ടുള്ള ജീവിതം നീ നടത്തണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നുബുവത്ത് കിട്ടുന്നതിന്റെ ആദ്യഘട്ടം എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജബലുൻ നൂറിൽ വെച്ച് ഏകാന്തമായി കഅബയെ നേർക്ക് നേരെ നോക്കിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്തെടുത്ത ചരിത്രമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. ആരെ കൂടെ കൂടാനുമില്ല, ഒരാളുടെ ഫിത്നയിൽ അകപ്പെടാനുമില്ല. وكذا إذا خاف الوقوع بشبهة أو في حرام أو لذاك مماثلا. അല്ലെങ്കിൽ ജനങ്ങളെ കൂടെ കൂടിയാൽ ഹറാമിൽ അങ്ങ് ജീവിച്ചു പോകും, ഹറാമായ സമ്പത്ത് തിന്നുപോകും, ഹറാമും ഹലാലും കലർന്നത് തിന്നുപോകും. ഇത് ഭയമുള്ള മനുഷ്യൻ ഏകാന്തമായിട്ടാണ് ജീവിക്കേണ്ടത്. ആളെ കൂടെ കൂടിയാൽ തെറ്റുകൾ ധാരാളം വന്നു പോകും. എന്നാ പിന്നെ ഞാൻ ആളെ കൂടെ പോകൂല, ഞാൻ സമൂഹത്തിലേക്ക് പോകൂല എന്ന് പറഞ്ഞ് ഏകാന്തമായി ജീവിച്ച മഹാന്മാരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജമാഅത്ത് നിസ്കാരങ്ങള് ഏകാന്തമായാൽ ജമാഅത്ത് നിസ്കാരത്തിന് കൂടാൻ കഴിയില്ല, ജുമുഅക്ക് കൂടാൻ കഴിയില്ല. ആ സമയത്ത് ജനങ്ങളുടെ ഫിത്നകളൊന്നും ഭയമില്ലാത്ത സന്ദർഭത്തിൽ ജുമുഅക്കും ജമാഅത്തിനും കൂടുന്നതിലൊന്നും തെറ്റില്ല. അതുപോലെ സമൂഹത്തിൽ കൂടിയാൽ, സമുദായത്തിന്റെ ഇടയിൽ ജീവിച്ചാൽ നമ്മളും കൂടി അവരെ ഉപദേശിച്ച് നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ബന്ധത്തിലുള്ളവരെയും നമ്മുടെ കുടുംബക്കാരെയും എല്ലാവരെയും നന്നാക്കി കൊണ്ടുപോകുന്ന ഉദ്ദേശത്തിൽ കൂടെ കൂടി എല്ലാവരെയും നന്നാക്കുകയാണ് വേണ്ടത്. അവിടെ പിന്നെ ഏകാന്തമായി ഇരിക്കലല്ല വേണ്ടത്. എല്ലാവരെയും കൂടെ കൂടി നിന്നിട്ട്
സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യമായി നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ നമ്മുടെ ഈമാനിന് അപകടം വരുമ്പോൾ നമ്മൾ വല്ലാതെ ചിന്തിച്ച് വളരെയധികം പേടിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്നലെ വഅദുൽ ഉസ്താദ് ഈമാൻ തെറ്റിപ്പോകുന്ന പല കാരണങ്ങളും സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അസ്ഹാബുൽ കഹ്ഫ് ആ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. ഈമാൻ തെറ്റിപ്പോകുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ടാമത്തെ ഒരു സംഭവം, അൽ കഹ്ഫ് സൂറത്തിലുള്ള രണ്ടാമത്തെ ഒരു സംഭവം. അല്ലാഹു പറയുന്നു, വദ്രിബ് ലഹും മസലർ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ. രണ്ടാളുകളിൽ ഒരാൾക്ക് അല്ലാഹു തആല രണ്ട് തോട്ടം നൽകി. രണ്ടാളുകൾ, ഒന്ന് മഹാനായ അബൂ സലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അബൂ സലമ എന്ന് പറയുന്ന സ്വഹാബി. മറ്റൊന്ന് കാഫിറായ മനുഷ്യൻ അസ്വദ് ഇബ്നു അബ്ദുൽ അസദ്. അസ്വദ് ഇബ്നു അബ്ദുൽ അസദ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അബൂ സലമ എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബി. രണ്ടാളും ജ്യേഷ്ഠ അനുജന്മാരാണ്, ഒരേ ബാപ്പയുടെ മക്കളാണ് രണ്ടാളുകൾ. അതിൽ ഒരാൾ മുസ്ലിമാണ്, മറ്റേയാൾ കാഫിറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യനെയും കാഫിറായ മനുഷ്യനെയും പരീക്ഷിക്കുകയാണ്. രണ്ടാളിൽ ഒരാൾക്ക് അല്ലാഹു തആല രണ്ട് തോട്ടം നൽകി. ആ തോട്ടം എങ്ങനെയുള്ളതാ? മിൻ അഅനാബിൻ, മുന്തിരിയുടെ തോട്ടമാണ്. വഹഫഫ്നാഹുമാ ബിനഖ്ൽ, അതിന്റെ ചുറ്റും ഈത്തപ്പഴ മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. വജഅൽനാ ബൈനഹുമാ സർആ, ഈത്തപ്പഴത്തിന്റെയും മുന്തിരിയുടെയും നടുവിൽ ഒരുപാട് കൃഷികളുണ്ട്. നല്ല കൃഷികൾ ഉത്പാദിപ്പിക്കുന്ന നല്ല രണ്ട് തോട്ടങ്ങൾ. അതിൽ ഒരാൾക്ക് അല്ലാഹു തആല നൽകി. ആ നൽകിയത് കാഫിറിനിക്കാണ്. കിൽതൽ ജന്നതൈനി ആതതു ഉകുലഹാ, ആ തോട്ടം അതിന്റെ കൃഷികളും പഴങ്ങളുമെല്ലാം നല്ലതുപോലെ അതിന്റെ ഉടമസ്ഥനിക്ക് നൽകുന്നു. വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ, ആ തോട്ടത്തിന്റെ ഇടയിലൂടെ നല്ല വെള്ളമിങ്ങ ഒലിച്ചു പോകുന്നു. ആ തോട്ടത്തിന് ആവശ്യമായ വെള്ളം ആ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു, ആ പുഴയിൽ നിന്ന് ലഭിക്കുന്നു. നല്ല വെള്ളമൊലിക്കുന്ന പുഴയുടെ അതാ രണ്ട് സൈഡിലുള്ള നല്ല രണ്ട് തോട്ടങ്ങൾ. വകാന ലഹു സമറുൻ, ആ തോട്ടത്തിൽ നല്ല പഴങ്ങളുണ്ട്. ഫഖാല ലിസ്വാഹിബി, അപ്പോൾ ഈ കാഫിറായ തോട്ടത്തിന്റെ ഉടമസ്ഥൻ തന്റെ സഹോദരനോട് പറഞ്ഞു, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ, ഞാൻ നിന്നേക്കാൾ കൂടുതൽ സമ്പത്തുള്ള ആളാണ്, ഞാൻ കൂടുതൽ മക്കളും അനുയായികളുമുള്ള ആളാണ്, നിന്നേക്കാളും വലിയ സമ്പത്തുള്ള ആളാണ് ഞാൻ. എന്തിനാണ് ഇവനിത് പറഞ്ഞത്? അബൂ സലമ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്, സ്വഹാബിയാണ്, അള്ളാഹനെ ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, വെറും പാവപ്പെട്ട ആളാണ്. മറ്റോനോ കാഫിറാണ്, അവന് രണ്ട് തോട്ടമുണ്ട്, നല്ല പഴങ്ങളും കൃഷികളും ഉണ്ടാകുന്നു. മാത്രവുമല്ല, ഇവർക്ക് ബാപ്പയിൽ നിന്ന് അനന്തരമായിട്ട് 4000 ദിർഹമുകൾ ദീനാറുകൾ കിട്ടിയിരുന്നു. അബൂ സലമക്ക് 4000 ദീനാറ് കിട്ടി. മറ്റേ കാഫിറായ അബ്ദുൽ അസദിനിക്കും 4000 ദീനാറ് ബാപ്പയിൽ നിന്ന് അനന്തരമായിട്ട് കിട്ടി. അപ്പോൾ ഈ കാഫിറായ മനുഷ്യൻ അതിൽ നിന്ന് 1000 ദീനാറ് കൊണ്ട് അദ്ദേഹം ഒരു ഭൂമി വാങ്ങി. അപ്പോൾ മുസ്ലിമായ സ്വഹാബിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചവനെ, എന്റെ സഹോദരൻ 1000 ദീനാറ് കൊടുത്തൊരു തോട്ടം വാങ്ങിയിട്ടുണ്ട്, എന്നാൽ എനിക്ക് ദുനിയാവിൽ തോട്ടം വേണ്ട, ഞാൻ സ്വർഗത്തിൽ തോട്ടം വാങ്ങുകയാണ് 1000 ദീനാറിന് പകരം. അതുകൊണ്ട്
എന്റെ 1000 ദീനാർ ഞാൻ പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കുകയാണ്. ദുനിയാവിൽ എനിക്ക് ഭൂമി വേണ്ട, സ്ഥലം വേണ്ട, എനിക്ക് സ്വർഗത്തിൽ കിട്ടിയാൽ മതി. അങ്ങനെ 1000 ദീനാർ പാവങ്ങൾക്ക് അദ്ദേഹം സ്വതക്ക കൊടുത്തു. മറ്റവൻ ഭൂമിയും വാങ്ങി. അങ്ങനെ രണ്ടാമത്തെ ഒരു സമയം കാഫറായ മനുഷ്യൻ 1000 ദീനാർ കൊണ്ട് ഒരു വീട് നിർമ്മിച്ചു. അപ്പോൾ മുസ്ലിമായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പഠിച്ചവനെ, എൻ്റെ സഹോദരൻ 1000 ദീനാർ കൊണ്ടൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ദുനിയാവിൽ വീട് വേണ്ട, എനിക്ക് സ്വർഗത്തിൽ വീട് മതി എന്ന് പറഞ്ഞ് 1000 ദീനാർ പാവങ്ങൾക്ക് സ്വതക്ക കൊടുത്തു. പിന്നെ ഒരു 1000 ദീനാർ കൊണ്ട് കാഫറായ മനുഷ്യൻ കല്യാണം കഴിച്ചു. കല്യാണത്തിന് വേണ്ടി ചെലവാക്കി. അപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ കല്യാണം വേണ്ട, എൻ്റെ ഈ കല്യാണത്തിന്റെ ഈ ചെലവിന്റെ പണം അത് ഞാൻ പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ കല്യാണം മതി. നാലാമത്തത് കാഫറായ മനുഷ്യൻ പറഞ്ഞു, കാഫറായ മനുഷ്യൻ 1000 ദീനാർ കൊണ്ട് ഖാദിമീങ്ങളെയും സേവകന്മാരെയും ഒരുപാട് സാധനങ്ങളും വീട്ടിലേക്ക് വാങ്ങി. മുസ്ലിമായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ദുനിയാവിന്റെ ചരക്കുകൾ വേണ്ട, ഖാദിമീങ്ങളും വേണ്ട, ഞാൻ 1000 ദീനാർ അല്ലാഹുവിന് വേണ്ടി സ്വതക്ക കൊടുക്കുന്നു. അങ്ങനെ ബാപ്പയിൽ നിന്ന് കിട്ടിയ 4000 ദീനാറുകൾ അബൂ സലമ റളിയല്ലാഹു അൻഹു സ്വതക്ക ചെയ്തു, ദാനധർമ്മം ചെയ്തു. കാഫറായ മനുഷ്യൻ 4000 ദീനാർ കൊണ്ട് സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അബൂ സലമയുടെ കയ്യിലുള്ള പണം മുഴുവനും തീർന്നു. അബൂ സലമക്ക് ചെറിയൊരു ആവശ്യം വന്നപ്പോ സഹോദരന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഓ കാക്കാ, എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ ഒരു ആവശ്യം നിങ്ങൾ പൂർത്തിയാക്കി തരണം. അപ്പോൾ സഹോദരൻ പറഞ്ഞു, എനിക്കും നിനക്കും ബാപ്പയിൽ നിന്ന് ഒരുപോലെയല്ലേ കിട്ടിയത്, നീ എന്തിനാണ് പണം മുഴുവനും ബെടക്കാക്കിയത്, ഒരു ഉറുപ്പിക പോലും നിനക്ക് ഞാൻ തരൂല എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞപ്പോൾ അനുജനിക്ക് ഒരു ബേജാറുമില്ല. അങ്ങനെ ജ്യേഷ്ഠൻ പറഞ്ഞു, കണ്ടില്ലേ, നീ നിന്റെ അള്ളാഹുവിനെ എന്ന് പറഞ്ഞ് എത്ര കാലമായി ഇബാദത്തെടുക്കുന്നു, ഞാൻ ഒരു വഖ്ത് പോലും ഇബാദത്തെടുക്കാത്ത ആളാണ്. എനിക്ക് എൻ്റെ ദൈവം എത്രയാണ് എനിക്ക് തന്നിട്ടുള്ളത്, നിന്റെ അള്ളാഹു എന്തേ നിന്നെ കാണാത്തത്, നിന്റെ അള്ളാഹു എന്തേ നിന്നെ സഹായിക്കാത്തത് എന്നിങ്ങനെ അനുജനിങ്ങനെ കുത്തി സംസാരിക്കുകയാണ്. അങ്ങനെ ജ്യേഷ്ഠൻ ഒരു ദിവസം അനുജനോട് പറഞ്ഞു, നമുക്കൊന്ന് നോക്കാം, നിന്റെ അള്ളാഹു ആണോ പവറുള്ളവൻ, അല്ല എൻ്റെ ദൈവമാണോ? ഓ മുസ്ലിമീങ്ങളെ, നമ്മൾ നല്ലതുപോലെ ആലോചിക്കണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് ചിലപ്പോൾ ദുനിയാവിൽ അല്ലാഹു സമ്പത്ത് തരണമെന്നില്ല. നമ്മുടെ കച്ചവടങ്ങൾ പലപ്പോഴും നഷ്ടങ്ങളോട് നഷ്ടങ്ങളായിരിക്കും. അപ്പോൾ വിചാരിക്കണ്ട, എന്നെന്തേ അള്ളാഹു കാണാത്തത്, എനിക്കെന്തേ കച്ചവടത്തിൽ ലാഭമാവാത്തത് എന്നൊരിക്കലും പറയണ്ട. ഞാനെപ്പോഴും കേസിറോടെ ദിക്റിന് പോകുന്നവനാണ്, ഞാനെപ്പോഴും നേർച്ച നൽകുന്നവനാണ്, എന്റെ കാര്യം എന്തേ അള്ള പൂർത്തിയാക്കാത്തത് ഒരിക്കലും പറയണ്ട. അത് ഈമാനുള്ള മനുഷ്യനോട് യോജിച്ചതല്ല. നമ്മൾ ദിക്റിനിരുന്നത് നിന്റെ കച്ചവടത്തിൽ ലാഭത്തിന് വേണ്ടിയല്ല, നീ ഗൾഫിൽ പോയിട്ട് നല്ല ജോലി കിട്ടാൻ വേണ്ടിയല്ല. നീ നല്ല നിയ്യത്തോടെ ദിക്റിൽ വന്നിരുന്നോ, അള്ളാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ നിനക്ക് സാധിച്ചു തരും. ആ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം കേവലം വിസാകാൻ പാടില്ല. ദിക്റിലിരിക്കുന്നത് ഗൾഫിലുള്ള ജോലിക്ക് വേണ്ടി ആവാൻ പാടില്ല, കല്യാണത്തിന് വേണ്ടി ആവാൻ പാടില്ല, കച്ചവടത്തിന് ലാഭത്തിന് വേണ്ടി ആകാൻ പാടില്ല. ഇരിക്കേണ്ടത് ദിക്ർ ചെല്ലേണ്ടതും സ്വലാത്ത് ചെല്ലേണ്ടതും അള്ളാഹുവിന്റെ പൊരുത്തത്തിനാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നീ അത് ചെയ്യുമ്പോ നിനക്ക് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തരും. ഇനി ഒരു പക്ഷേ തന്നില്ലെങ്കിലും നീ ദിക്റിന് വരുന്നത് നിർത്തണ്ട, നീ സ്വതക്ക കൊടുക്കുന്നത് നിർത്തണ്ട. അതാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു 4000 ദിർഹം ദീനാറുകൾ സ്വതക്ക കൊടുത്തു. കയ്യിലുള്ളത് തീർന്നപ്പോ ജ്യേഷ്ഠനോട് ചോദിച്ചു, അദ്ദേഹം കൊടുത്തില്ല. എന്നിട്ടോ ജ്യേഷ്ഠൻ കാഫറായ മനുഷ്യൻ പറയുന്നു, നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ പരിശോധന? നമുക്കൊന്ന് മീന് പിടിക്കാൻ പോകാം.
എന്നിട്ടോ നീ നിന്റെ അള്ളാഹുവിന്റെ പേര് കൊണ്ട് നീ മീൻ പിടിക്കാൻ നീ തയ്യാറാകൂ. ഞാനോ എന്റെ ദൈവത്തിന്റെ പേരിൽ ഞാൻ മീനിനെ പിടിക്കാൻ നോക്കാം. ആർക്കാണ് മീൻ കിട്ടുന്നത് എന്ന് നോക്കാം. അങ്ങനെ രണ്ടാളും പോയി നോക്കുമ്പോ ഈ കാഫറായ മനുഷ്യന്റെ വലയിലേക്ക് ഒരുപാട് മീനുകൾ ഇങ്ങനെ കയറി വന്നു. അബൂ സലമയുടെ വലയിലേക്കോ തീരെ മീന് വന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു യാ അഖീ, അപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ അഖീ ഇന്നദ് ദുനിയ അഹ്ഖറു ഇൻദല്ലാഹി, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും നിസ്സാരമാണ്. അതിവിടുത്തെ മീന് കണ്ടിട്ടോ കച്ചവടം കണ്ടിട്ടോ അള്ളാഹു ഹക്കാണെന്ന് തീരുമാനിക്കാനില്ല. ചിലപ്പോ ഉണ്ടാവും ഹറാമായ ബിസിനസ്സിൽ കൂടി നല്ല ലാഭം ഉണ്ടാവും, അല്ലേ? ഇന്നിപ്പോ ഇല്ലാത്ത ബിസിനസ് ഏതാണ്? എല്ലാം ചൈൻ ബിസിനസ്സാണ്. ഓരോ നാളിലും 10-15 വയസ്സുകളാണ്. എന്ത് ഇങ്ങനെ ഒരു പുതിയൊരു ബിസിനസ് വന്നിനി അതിലേക്ക് കൂടിയെങ്കിൽ ആവാ. എന്നിട്ട് അതായത് ആ ഉസ്താദുണ്ട്, ഈ ഉസ്താദുണ്ട്, ആ ഉസ്താദ് കൂടിനി. അത് ഈ ഉസ്താദുമാരുടെ പേര് പറഞ്ഞിട്ടാണ് പലരും എന്താക്കുന്നത്, കൂട്ടുന്നത്. ചില പേര് ഉസ്താദ് കൂടിയിട്ടുണ്ടാവും, പക്ഷേ ഉസ്താദ് കൂടിയോ ഇല്ല എന്നുള്ളതല്ല, കൂടുന്ന ബിസിനസ് ഹലാലായിരിക്കണം. എത്ര ചൈൻ ബിസിനസ്സുകളാണ്. മുഞ്ഞാന്നുണ്ടേ അത് മുങ്ങി, ആ തോണി മുങ്ങി, കപ്പൽ LG അത് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ എന്തെല്ലാം വന്നു. മോരിസ് കോയിൻ എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ലേ? മോരിസ് കോയിൻ എത്ര ആളുകളാണ് അതിലേക്ക് പൈസ ഇട്ടത്? എത്ര ആളുകൾ പൈസ ഇട്ടു? എത്ര പെണ്ണുങ്ങൾ പൊന്നി പണയം വെച്ചിട്ട് പൈസ ഇട്ടു അതിലേക്ക്. അപ്പൊ ആലിമീങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ കൂടണ്ട, അതിൽ കൂടണ്ട. പക്ഷെ അവര് പറഞ്ഞു നിങ്ങൾക്കൊന്നും അതിനെപ്പറ്റി തിരിഞ്ഞിട്ടില്ല. അങ്ങനെ കൂടി എന്തായി? മാപ്പിള്ളല്ലാതെ പൊന്നി പണം വെച്ചിട്ട് മോരിസ് കോയിനിലേക്ക് കൂടി 4 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഇട്ടു പെണ്ണുങ്ങള്. എന്തേ? അത് 2 മാസത്തിൽ പൈസ വന്നിട്ട് എന്താവും, എല്ലാം കിട്ടും. അപ്പൊ എന്താക്കും, പൊന്നി ഇളക്കിക്ക കൂടെ പൈസ ഡബിളുമായി. ഇപ്പൊ എന്തായി? അവര് ഡബിളായി തുടങ്ങിയവന്. ഓർക്കോ കൂടിയവർക്കോ എന്തുണ്ട്, പോരവുള്ളത് പോയി. ലീസിനുണ്ടായ ആള് ലീസിന് പൈസ എടുത്തിട്ട് വാടകയ്ക്ക് ഇരുന്ന് അതേപോലെ തന്നെ. എന്നിട്ട് ഈ ലീസിന്റെ പൈസനെ ബിസിനസ്സിന് കൊടുത്തു, അത് പോയി. എത്ര ആളുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഓരോ ദിവസങ്ങളും ഇങ്ങനെ പുതിയ 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 ഇങ്ങനെ വരികയാണ്. എല്ലാത്തിലും ചൈൻ ബിസിനസ്സാണ്. മരുന്ന് വിൽക്കുമ്പോൾ അതിലും ചൈനാണിപ്പോ. മരുന്ന് വാങ്ങിയിട്ട് കുടിച്ചു, സുമറായില്ല, അതിലൊന്നും പ്രശ്നമല്ല. അതിപ്പോ എല്ലാ മരുന്ന് കുടിച്ചെങ്കിൽ സീക്ക് സുമറാവണമെന്നില്ല. അതേ സമയത്ത് ബിസിനസ്സിൽ കൂട്ടിയിട്ട് മെമ്പറാക്കുകയാണ്. എങ്ങനെ? ഇപ്പൊ ഞാനൊരു മരുന്ന് വാങ്ങുന്നു മാത്രല്ല, ഉസ്താദെ നിങ്ങൾ ഒരു 2 ആളെ മെമ്പറാക്കിയെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുമല്ലേ? അവിടെ ആഖിറത്തിലല്ല, ദുനിയാവിൽ തന്നെ കമ്മീഷൻ കിട്ടും. എന്നിട്ടോ എന്നോട് ആരാ പറഞ്ഞത് കൂട്ടാൻ വേണ്ടി? അയാൾക്കും കിട്ടും കമ്മീഷൻ. അയാൾ ആര് കൂട്ടിയോ അയാൾക്കും കിട്ടും കമ്മീഷൻ. ഇതല്ല എവിടുന്ന് വരുന്ന ഈ കമ്മീഷൻ? ഇതെല്ലാം ഹറാമാണ്. ഈമാനുള്ളവരെ ഒരിക്കലും അതിൽ കൂടാൻ പാടില്ല. നമ്മൾ ഹലാലായത് മാത്രമേ തിന്നണം. നമ്മൾ അധ്വാനിച്ച് ഹലാലായതെന്ന് ഉറപ്പുള്ളത് മാത്രമേ തിന്നണം. ഹറാമായ ബിസിനസ്സിൽ കൂടാൻ പാടില്ല. നമ്മൾ ഹറാമ് തിന്നാൻ പാടില്ല. നമ്മുടെ ഭാര്യ മക്കൾക്ക് ഹറാമ് തിന്നിപ്പിക്കാൻ പാടില്ല. വളരെയധികം ജാഗ്രത പാലിക്കണം. എന്നിവ പല രക്ഷിതാക്കൾക്കുള്ള പരാതി എന്താണ്? മക്കൾ അനുസരണയില്ല എന്നല്ലേ. എന്നാൽ ചിന്തിച്ചോ, ഹറാമിന്റെ ഒരു ഉറുപ്പിക പോലും, ഒരു തുള്ളി ഹറാമിന്റെ ഭക്ഷണമോ വെള്ളമോ നിങ്ങളെ മക്കൾക്ക് കൊടുത്താൽ ആ മക്കൾ അനുസരണയുള്ളവരാകൂല. അവർ നാട്ടിൽ തമ്മാടികളും പോലികളും സലഫികളും ജമാഅത്തും അങ്ങനെ പല പുത്തൻവാദികളായി മാറിപ്പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹലാലാണെന്ന് ഉറപ്പുള്ളതിൽ മാത്രമേ
അത് ഏതെങ്കിലും ഒരാളോടോ ഒരു ഉസ്താദിനോട് ചോദിച്ച് മാത്രം തീരുമാനിക്കണ്ട. വലിയ വലിയ ആലിമീങ്ങളോട് ചോദിച്ചു നോക്ക്. ഏതെങ്കിലും ഉസ്താദിനെ കാണിച്ചിട്ട് അയാൾ കൂടിയല്ലേ എന്ന് പറഞ്ഞിട്ട് നീ കൂടാൻ പോകണ്ട. ആ ഉസ്താദ് കിടക്കുന്ന ഖബറിൽ നീ കിടക്കൂല, നിന്റെ ഖബറിലേക്ക് ഉസ്താദും വരൂല. അതുകൊണ്ട് ചെയ്യുന്ന പണികൾ, ബിസിനസ്സുകൾ, സമ്പാദ്യങ്ങൾ പ്യൂർ ഹലാലാണെന്ന് ഉറപ്പുള്ളത് മാത്രമേ നീ തിന്നാവൂ, നിന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കാവൂ. വലിയ ഒരു ഇമാം, ആ ഇമാം ഒരു ദിവസം ചില ആളുകളോട് സംസാരിക്കുമ്പോൾ വാക്ക് തെറ്റിപ്പോയി. സംസാരിക്കുന്ന വാക്ക് തെറ്റിപ്പോയി. പറയേണ്ട വാക്കല്ലാത്ത മറ്റൊരു വാക്ക് പറഞ്ഞുപോയി. അപ്പോൾ കൂടിയ ആളുകൾക്ക് ഇയാളെ വാക്കിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടപ്പോ അവര് ചോദിച്ചു, അതെന്തേ തെറ്റിയത്? അപ്പോൾ ആ മഹാൻ പറഞ്ഞു, എന്റെ വാക്ക് തെറ്റാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, മുലപ്പാൽ കുടിക്കുന്ന കാലത്ത്, എന്റെ ഉമ്മ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നു. ആ സമയത്ത് എന്റെ വാപ്പയും ഞാനും എന്റെ വീട്ടിലുള്ളവരെ അടിമപ്പെണ്ണുമാണ് മാത്രം വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ കുട്ടിയാണ്, കിടാവാണ്. ഞാൻ കരഞ്ഞു. കരഞ്ഞപ്പോൾ ബാപ്പയുടെ അടിമപ്പെണ്ണ് ഓടി വന്ന് എന്നെ അടുത്ത് മുലപ്പാൽ തന്നു. എന്റെ വാപ്പക്കൊരു നിർബന്ധമുണ്ടായിരുന്നു, എന്റെ മക്കൾ ഹലാലായത് മാത്രമേ, ഏറ്റവും സംശുദ്ധമായത് മാത്രമേ തിന്നാവൂ, കുടിക്കാവൂ എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. ആ സമയം, ഞാൻ കരഞ്ഞ സമയം, ബാപ്പയുടെ അടിമപ്പെണ്ണ് ഓടി വന്ന് എനിക്ക് മുലപ്പാൽ തന്നു. പിന്നീടാണ് ബാപ്പ അറിഞ്ഞത് എനിക്ക് മുലപ്പാൽ തന്നത് അടിമപ്പെണ്ണാണ് എന്ന്. ഉമ്മയുടെ മുലപ്പാലല്ലാതെ ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഒരു സമയത്ത് മാത്രം അടിമപ്പെണ്ണിന്റെ മുലപ്പാൽ കുടിച്ചപ്പോൾ ബാപ്പ എന്ത് ചെയ്തെന്നറിയോ? ഈ കിടാവിനെ കാലുമേലോട്ടും തല തായോട്ടുമാക്കി ഇങ്ങനെ പിടിച്ചു. കുടിച്ച മുലപ്പാൽ മുഴുവനും അങ്ങ് ഛർദിച്ചു പോയി. എന്നിട്ടോ ബാപ്പ പറഞ്ഞു, ഹലാലായത് 100% ഹലാലായ വളരെ സംശുദ്ധമായ മുലപ്പാൽ മാത്രമേ എന്റെ കുട്ടി കുടിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഛർദിപ്പിച്ചത്. പക്ഷേ വയറ്റിലേക്ക് പോയ മുലപ്പാട് ചെറിയൊരു അംശമെങ്കിലും ബാക്കിയാകാതിരിക്കുമോ? അതിന്റെ കാരണം കൊണ്ടാണ് സംസാരിക്കുമ്പോ എനിക്ക് വാക്ക് തെറ്റിപ്പോയത് എന്ന് ആ മഹാൻ പറയുന്നു. എങ്കിൽ മുഅ്മിനെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഹറാമ് തിന്നിപ്പിച്ചാൽ ആ മക്കൾ എങ്ങനെയാണ് പിന്നെ നന്നാവുക? നമ്മൾ എല്ലാ സ്ഥലത്തും ആളുകളെ പറ്റിക്കുകയാണ്. മീനിക്ക് പോയെങ്കിൽ അവിടെയും ബാക്കി, മുടിയെടുക്കാൻ പോയാൽ അവിടെയും ബാക്കി. മുടിയെടുത്തിട്ട് പിന്നല്ലേ പൈസ കൊടുക്കുന്നത്? ഫസ്റ്റിന് പൈസ കൊടുത്ത് പിന്നെ ആരും മുടിയെടുക്കല്ല. അവൻ ചന്ത മുടിയെല്ലാം കെട്ടാക്കിയിട്ട് നാളെ തരുന്ന, നാളെ കാണാം, അവിടെ നാളെ കാണാം, മാഷല്ല നാളെ കാണാം. അവൻ നീട്ടി വെച്ചിട്ട് മാസ്റ്റർക്ക് നാളെ കാണാം. അവൻ പിന്നെ അവിടെ പോയിട്ടില്ല. വേറെ കുറെ സലൂണുണ്ടല്ലോ. അല്ലെങ്കിൽ എന്താക്കുന്നത്, സൂപ്പർവൈസർ പോയിട്ട് ഒരു മാസത്തിന് ഒരു പീടിന്ന് കൊണ്ടുപോയി, പിന്നെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ അതിലങ്ങനെ പോകുന്നില്ല. ഹ്യൂമൻ ലൈറ്റ്, തലപ്പാട് ലൈറ്റ്, ഇപ്പുറം കേസ് കൊടുക്കുക. ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ചെറിയ മക്കൾ നിരപരാധികളാണ്. നമ്മുടെ ഭാര്യമാർ നിരപരാധികളാണ്. ആ നിരപരാധികളായ ഭാര്യ മക്കൾക്ക് നമ്മൾ ഹറാമ് തിന്നിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തിന്നിപ്പിച്ച് ശരീരം വലുതായിട്ടുണ്ടെങ്കിൽ, ഹറാമിന്റെ ചോരയാണ് ശരീരത്തിൽ നിന്റത് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ശരീരം നരകവുമായി ബന്ധപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കാഫിറായ മനുഷ്യൻ തന്റെ സമ്പത്ത് നോക്കി അഭിമാനം പറഞ്ഞു. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. ആ
ആ കാഫറായ മനുഷ്യൻ മുഅ്മിനായ മനുഷ്യനോട് പറയാണ്, ഈ മുഅ്മിൻ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് കയറിയപ്പോ സഹോദരനിക്ക് തോട്ടം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഈ തോട്ടം ഒരിക്കലും നശിഞ്ഞു പോകൂല. ഇഷ്ടംപോലെ മുന്തിരിയുണ്ട്, ഇഷ്ടംപോലെ ഈത്തപ്പഴമുണ്ട്, ഇതൊരിക്കലും തീർന്നു പോകാത്ത സ്വത്താണ് ഈ സ്വത്ത്. വമാ അളുന്നു സഅത ഖായിമ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്നെനിക്ക് ഉറപ്പുണ്ട്. പണം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ്, ഈ തോട്ടം ഒരിക്കലും നശിഞ്ഞു പോകൂല, ഇതിന്റെ പഴങ്ങളോ കൃഷികളോ നശിഞ്ഞു പോകൂല, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. വലയുർദിതു ഇലാ റബ്ബി ലാജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ, ഇനി ഒരു പക്ഷേ ഖിയാമത്ത് നാളായാൽ എനിക്ക് സ്വർഗത്തിൽ ഇതിനേക്കാളേറെ സമ്പത്ത്, തോട്ടങ്ങൾ, പഴങ്ങൾ, കൃഷികൾ അല്ലാഹു തരും എന്ന് പരിഹസിച്ചുകൊണ്ട് മുഅ്മിനായ മനുഷ്യനെ പരിഹസിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ ثم من نطفة ثم سواك رجلا. സഹോദരനെ ഉപദേശിക്കുകയാണ്, ഓ എൻ്റെ സഹോദരാ, നീ അങ്ങനെ പറയല്ല. നിന്നെ പടച്ച റബ്ബിനെ നീ മറക്കുകയാണോ? നിന്നെ മണ്ണിൽ നിന്നാണ് അല്ലാഹു പടച്ചത്. നിന്റെ ബാപ്പയായ എന്റെയും ബാപ്പയായ ആദം നബിനെ മണ്ണിൽ നിന്നല്ലേ പടച്ചത്. തുമ്മ മിൻ നുത്ഫ, പിന്നെ നമ്മളെ ബീജത്തിൽ നിന്നല്ലേ അല്ലാഹു പടച്ചത്. ഞാനും നീയും ആദ്യകാലം എന്തായിരുന്നു? വെറുമൊരു ശൂന്യമല്ലേ, സീറോ അല്ലേ? പിന്നെ ഒരു മനിയുണ്ടായി, ആ മനിയിൽ നിന്നല്ലേ അല്ലാഹു നമ്മളെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ വാക്ക് നീ പറയാൻ പാടില്ല. ലകിന്നഹു അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. വലാ ഉശ്രികു ബിറബ്ബി അഹദാ, ഒരു കാരണത്താലും ഒരു കാലത്തും ഞാൻ റബ്ബിനിക്ക് ശിർക്ക് വെക്കൂല. നിന്നെ പോലെ ലക്ഷണം കെട്ട വാക്ക് ഞാൻ പറയൂല, അഹങ്കാരത്തിന്റെ വാക്ക് ഞാൻ പറയൂല. സഹോദരനെ ഉപദേശിക്കുകയാണ്. ഒരാൾ തെറ്റ് കാണുമ്പോൾ നല്ലതുപോലെ അദ്ദേഹത്തിന് ഉപദേശിക്കണം. ആ ഉപദേശം പഠിപ്പിക്കുകയാണ്. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നല്ല സമൃദ്ധി നിറഞ്ഞ തോട്ടത്തിലേക്ക് കയറുമ്പോ, നല്ല വീട്ടിലേക്ക് കയറുമ്പോ, നല്ല കച്ചവട സ്ഥാപനത്തിലേക്ക് കയറുമ്പോ അല്ലാഹു തആല ചെയ്ത നിഅമത്ത്, ആ നിഅമത്ത് നിലനിൽക്കണോ? നീ പറഞ്ഞോ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല തന്ന സമ്പത്ത് നിലനിൽക്കാൻ അത് കാരണമാണ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മിൻ കുനൂസിൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അത് സ്വർഗത്തിന്റെ നിധിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ദിക്റും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തനാഫറത് അൻഹു ശയാത്തീൻ, ശൈത്താൻ അവന്റെ മുമ്പിൽ നിന്ന് ഓടുകയാണ്. വഅൻസലല്ലാഹു തആല അലൈഹിൽ ബറകാത്ത്, അവന്റെ മേൽ അല്ലാഹു തആല ബറക്കത്തുകളെ ഇറക്കിത്തരും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. ശൈത്താൻ അല്ലാഹു തആല അടുപ്പിക്കൂല, ബർക്കത്തുകളെ ഇറക്കിത്തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ റആ ശൈഅൻ ഫഅജബഹു ഫഖാല മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾക്ക് ഏറ്റവും ആശ്ചര്യകരമായ ഒരു സംഭവമുണ്ടായി, ഒരു അതിർപ്പകരമായ കാര്യമുണ്ടായാൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ലം യദുറഹു ഐനുൻ, ഒരു കണ്ണേറും അതിന് തട്ടൂല.
ഒരു നല്ലൊരു കുട്ടി നല്ല പാട്ട് പാടുകയാണ്, അല്ലെങ്കിൽ ഒരു കിടാവ് നല്ല പ്രസംഗിക്കുകയാണ്. എന്നാൽ ഉമ്മമാരെ, ആ കുട്ടിയുടെ പാട്ടും പ്രസംഗവും അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ സ്റ്റേറ്റസിലിട്ടിട്ട് വലിയ അഭിമാനം കാണിക്കണ്ട. ചിലപ്പോൾ കണ്ണു തട്ടും. കണ്ണു തട്ടിയാൽ പിന്നെ മക്കളൊന്നും പഠിക്കൂല. നേരത്തെ നല്ല ഉഷാറായിരുന്നു, റബീഉൽ അവ്വൽ വരെ മദ്രസയിൽ നല്ല പഠിച്ചിരുന്നു, സ്കൂളിലും പഠിച്ചിരുന്നു. റബീഉൽ അവ്വൽ നല്ലൊരു പാട്ട് പാടി പ്രസംഗിച്ചു, അതിനെ വീഡിയോ എടുത്തിട്ട് സ്റ്റേറ്റസിലിട്ടു. പലരും കണ്ടിട്ട് പല അത്ഭുതങ്ങളും പറഞ്ഞു. പിന്നെ ഈ കുട്ടി ഒന്നും പഠിക്കുന്നില്ല, പിന്നെ ഈ കുട്ടിക്കൊന്നും തലക്ക് പോകുന്നില്ല. എന്താ കാരണം? കണ്ണേറ് കൊണ്ടതാണ്. ഏതൊരു ആശ്ചര്യകരമായ കാര്യം കാണുമ്പോൾ നീ പറയണം, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 4 കാര്യം നിങ്ങൾ ചെയ്താൽ 4 കാര്യം നിങ്ങൾക്ക് കാവലാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ കണ്ണേറ് സംഭവിക്കൂല. രണ്ടാമത്തെ കാര്യം, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ എന്ന് പറഞ്ഞാൽ അമിന മിൻ കൈദി ശൈത്വാൻ, ശൈത്വാനിന്റെ ചതിയിൽ നിന്ന് അവനിക്ക് കാവലുണ്ട്. മൂന്നാമത് പറഞ്ഞു, വഉഫവ്വിദു അംരി ഇലല്ലാഹ്, ഉഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം മുഴുവനും അള്ളാഹ്ക്ക് ഞാൻ ഏൽപ്പിച്ചു എന്ന് ആര് പറഞ്ഞോ, അമിന മിൻ മക്രിന്നാസ്, ജനങ്ങളുടെ ചതിയിൽ നിന്ന് അവനിക്ക് കാവലുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അമിന മിനൽ ഗമ്മി, ബേജാറിൽ നിന്ന് നിങ്ങൾ കാവലുണ്ട്. ബേജാറുള്ള സംഗതി നിങ്ങൾക്ക് വരൂല. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പതിവാക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ മുഅ്മിനായ മനുഷ്യൻ, കാഫറായ മനുഷ്യൻ ഉപദേശിച്ചു, നിന്റെ ഈ നല്ല സമൃദ്ധി നിറഞ്ഞ തോട്ടത്തിലേക്ക് കയറുമ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ പറഞ്ഞാൽ നിന്റെ ഈ നിഅമത്ത് നിലനിൽക്കാൻ അത് കാരണമാണ്. പക്ഷേ ഈമാനില്ലാത്ത മനുഷ്യനുണ്ടോ ഇത് കേൾക്കുന്നു? വൗഹീത ബിസമരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ. ഉപദേശങ്ങളൊന്നും പറഞ്ഞത് കേൾക്കാത്ത ആ സഹോദരൻ അവന്റെ തോട്ടത്തിലേക്ക് അല്ലാഹു തആല വലിയൊരു അദാബിനെ ഇറക്കി. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിന്റെ തോട്ടം ഫതുസ്ബിഹു സ്വഈദൻ സലകാ, ഒരു കൃഷിയും ഒരു മരങ്ങളോ ഒന്നും ഇല്ലാത്തതുപോലെ തരിശു ഭൂമിയായത് മാറിപ്പോയി. നല്ല തോട്ടം, ആ പുഴയുടെ നല്ല പുഴ ഇങ്ങനെ ഒലിക്കുന്ന ഒരു തോട്ടമാണെന്ന് പറഞ്ഞല്ലോ, ആ പുഴയുള്ള വെള്ളം മുഴുവനും മാറിപ്പോയി. പിറ്റേന്ന് രാവിലെ ഇദ്ദേഹം കൈമലർത്തുകയാണ്. അവൻ ഇങ്ങനെ ഖേദിക്കുകയാണ്, ഞാൻ എത്രയാണ് ഈ തോട്ടത്തിലേക്ക് പൈസ ചെലവാക്കിയത്, എത്ര മൂലധനമാണ് ഞാൻ ഇറക്കിയത്, എന്നിട്ട് എനിക്കൊരു ഉപകാരവും കിട്ടിയില്ലല്ലോ. യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനിക്ക് ശിർക്ക് വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോ അല്ലാഹു തആല ചെയ്ത നിഅമത്ത് അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അല്ലാഹുവിനെ മറന്നിട്ടുള്ള വാക്കുകളോ പ്രവൃത്തികളോ ഒരു ബിസിനസ്സുകാരനും ഒരു കർഷകനും ഒരു സമ്പത്തിന്റെ ഉടമയും ചെയ്യാനോ പറയാനോ പാടില്ല. അല്ലാഹുവിന്റെ അദാബ് വന്നാൽ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇതാണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം, അൽ കഹ്ഫ് സൂറത്തിലുള്ള മൂന്നാമത്തെ സംഭവം, മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം
മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിൽ ഒരു ദിവസം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. അങ്ങനെ മൂസാ നബി അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ എടുത്തു പറഞ്ഞു. അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, അയ്യുന്നാസി അഅലമു, ഓ മൂസാ നബിയെ, ഇന്ന് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള മനുഷ്യൻ ആരാണ്? ഏറ്റവും കൂടുതൽ അറിവുള്ള ഇൽമുള്ള മനുഷ്യൻ ആരാണ്? അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനാണ്. പറഞ്ഞത് ശരിയാണ്. മൂസാ നബിയുടെ ആ മജ്ലിസിൽ ആ കാലത്ത് ഏറ്റവും വിവരമുള്ള ആൾ മൂസാ നബി അലൈഹിസ്സലാമാണ്. ഉത്തരം പറഞ്ഞത് ശരിയാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ അദബ് അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കലാണ്. അല്ലാഹു അലം, അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കലാണ് അദബ്. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരു പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളല്ല, നിങ്ങളെക്കാളും ഇൽമുള്ള ഒരാള് ഉണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇൽമു പഠിക്കണം. ഇൽമു പഠിക്കൽ വലിയ കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അത് സാധിക്കൂ. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, നമ്മുടെ ജമാഅത്ത് വലിയ ജമാഅത്താണ്. KC റോഡിന്റെ വഅള് എന്ന് പറഞ്ഞാൽ അത് ഒരു പോരൊന്ന് ഒരാൾ വന്നെങ്കിൽ ഒരു 600-700 ആള് ആണുങ്ങൾ എന്തായാലും ഉണ്ടാവും. ഇതിന്റെ 4 ഇരട്ടി അപ്പുറത്തുണ്ടാകും. എന്നാൽ ഇൽമിന്റെ മജ്ലിസിലിരിക്കാൻ അത് പ്രത്യേകം തൗഫീഖ് വേണം. നമുക്കെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസിലേക്ക് വന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കുന്ന കാര്യം വലിയ സംഭവമാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇൽമു എന്ന് പറഞ്ഞ ഒരു കിതാബ് ഹെഡിങ് കൊടുത്തിട്ട് പറയുന്നു, റഹല ജാബിർ ഇബ്നു അബ്ദുല്ലാഹി മസീറത ശഹരിൻ ഇലാ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് ഫീ ഹദീസിൻ വാഹിദിൻ. ഒറ്റ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് 1 മാസത്തോളം നടന്നിട്ട് യാത്ര പോയിട്ടുണ്ട്. നിങ്ങൾ KC നഗറിയിൽ നിന്നും, കൊമറങ്ങത്തും, പൂമണ്ണിൽ നിന്നും, ഗുഡയിൽ നിന്നും, അതുപോലെ തന്നെ ഉച്ചിലത്തു നിന്നും, അങ്ങനെ പല സ്ഥലത്ത് വന്നവരുണ്ട്. എന്നാൽ 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് നിങ്ങളിവിടെ എത്തിയവരാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഒറ്റ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് 1 മാസത്തോളം നടന്ന് യാത്ര പോയിട്ടുണ്ട്. കാരണം അവർക്ക് ഇൽമിന്റെ പവർ അറിയാം, ഒരു ഹദീസിന്റെ മഹത്വം അവർക്ക് അറിയാം. മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളെക്കാളും വലിയ വിവരമുള്ള ഇൽമുള്ള ഒരാള് ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി നിങ്ങൾ ഇൽമു പഠിക്കണം. അപ്പോ അദ്ദേഹം അവരെവിടെയാണുള്ളത്? ആ ഇൽമു പഠിപ്പിക്കുന്ന ആൾ എവിടെയാണുള്ളത്? അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കൂടെ ഒരു മീന് നിങ്ങൾ കൊണ്ടുപോകണം. മീന് നിങ്ങൾ കൊണ്ടുപോകണം. എവിടെയാണോ നിങ്ങളെ കയ്യിൽ നിന്ന് മീന് കാണാതാകുന്നത്, അവിടെയാണ് നിങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഉസ്താദുള്ളത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരനെയും കൂടെ കൂട്ടി, അദ്ദേഹത്തിന്റെ പേര് യൂഷ ഇബ്നു നൂൻ, യൂഷ എന്ന് പിന്നീട് നബിയായ യൂഷ നബി അലൈഹിസ്സലാമിനെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം യാത്ര പുറപ്പെട്ടു. കയ്യിൽ പാത്രത്തിൽ ഒരു മീനുമുണ്ട്. അങ്ങനെ മൂസാ നബി ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പാത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ മീന് എപ്പോഴാണോ കാണാതാകുന്നത് അപ്പോൾ നീ എന്നോട് പറയണം. അങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ പോയി കുറെ അങ്ങ് നടന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ആ കൂടെയുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണം തരണം. ഇവർ കൂടെ ഭക്ഷണം കൊണ്ടുപോയിരുന്നു കഴിക്കാൻ. അങ്ങനെ ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ പാത്രം തുറന്നു നോക്കുമ്പോൾ
ഉദ്ദേശിച്ചിരുന്ന മീന് എവിടെയോ തുള്ളിപ്പോയിട്ടുണ്ട്, മീന് കാണുന്നില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. മീൻ എവിടെയാണ് തുള്ളിയത് എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് ശൈത്താൻ മറപ്പിച്ചു കളഞ്ഞു, എനിക്ക് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് എന്ത് ചെയ്യണം? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നമുക്ക് തിരിഞ്ഞു നടക്കാം. അങ്ങനെ ഇവർ നേരത്തെ വന്ന വഴിയിലൂടെ ആ കടപ്പുറത്ത് കാലിന്റെ അടയാളം നോക്കി ഇങ്ങനെ തിരിച്ച് അതാ വന്നു മീനിനെ അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ കുറെ അങ്ങ് യാത്ര വന്നപ്പോൾ മീന് തുള്ളിയ ആ അടയാളം പൊയ്യയില് മണലില് കടലിലേക്ക് മീന് പോയ അടയാളം കാണുന്നു. അവിടെ എത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ഉദ്ദേശിക്കുന്ന ആള് കിട്ടുകയാണ്. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. മൂസാ നബി അലൈഹിസ്സലാമിനിക്കും ആ ചെറുപ്പക്കാരനിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ കാണിച്ചു കൊടുത്തു. ആ വ്യക്തി ചില്ലറക്കാരനല്ല. ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ ഭാഗത്ത് നിന്ന് വലിയ റഹ്മത്ത് കൊടുത്ത മനുഷ്യനെ കണ്ടുകിട്ടി. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നമ്മൾ ഒരുപാട് ഇൽമുകൾ ആ മനുഷ്യനിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആരാണത്? അത് മറ്റൊരു നബിയായ ഖദർ നബി അലൈഹിസ്സലാമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഒരു നബിയാണ്. ഖദർ നബി നബിയാണോ അല്ല വലിയാണോ എന്ന പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം ഖദർ നബി അലൈഹിസ്സലാമാണെന്നാണ്. ആ ഖദർ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു ഒരുപാട് ഇൽമു കൊടുത്തിട്ടുണ്ട്. ഖിളർ നബി ഒരു നബിയാണ്. ഖിളർ നബിയുടെ ശരീഅത്ത് വേറൊരു ശരീഅത്താണ്. മൂസാ നബി മറ്റൊരു നബിയാണ്. മൂസാ നബിയുടെ ശരീഅത്ത് വേറൊരു ശരീഅത്താണ്. അങ്ങനെ രണ്ട് ശരീഅത്തിന്റെ നബിമാർ ഒരുമിച്ച് കൂടുന്നു. മൂസാ നബി അലൈഹിസ്സലാം ആ ഉസ്താദാകുന്ന ഖിളർ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. അല്ല ഖിളർ നബിയെ, എനിക്ക് നിങ്ങളെ കൂടെ കൂടാൻ താല്പര്യമുണ്ട്, നിങ്ങളിൽ നിന്ന് ഇൽമു പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് നിങ്ങൾ കൂട്ടുവോ? അപ്പോൾ ഖിളർ നബി പറഞ്ഞു, ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ, എന്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല. എന്നിൽ നിന്ന് പലതും നിങ്ങൾ കാണും, കണ്ടപ്പോൾ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യും, എന്റെ കൂടെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. അപ്പൊ മൂസാ നബി പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅസീ ലക അംറാ. ഓ ഉസ്താദേ, നിങ്ങൾ എന്ത് കണ്ടാലും ഞാൻ ക്ഷമിച്ചിരിക്കാം, നിങ്ങളുടെ വാക്കിനോ പ്രവർത്തിക്കോ ഞാൻ മാറു കാണിക്കൂല. അപ്പോ ഖിളർ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ കൂടെ നീ വരികയാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒന്നും എന്നോട് ചോദിക്കാൻ പാടില്ല, എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ എഗ്രിമെന്റ് ആക്കി രണ്ടാളും ഇങ്ങനെ നടന്നു പോവുകയാണ് കടപ്പുറത്ത്. അങ്ങനെ കുറെ അങ്ങ് നടന്നു. കൂടെയുള്ള ചെറുപ്പക്കാരനെ അയച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള യാത്ര മൂസാ നബി ഖിളർ നബിയാണ്. അങ്ങനെ രണ്ടാളും ഇങ്ങനെ മുന്നോട്ട് യാത്ര പോകുമ്പോ കടപ്പുറത്ത് ഒരു കപ്പൽ കാണുന്നു. ഖിളർ നബി അലൈഹിസ്സലാം കപ്പൽകാരോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് അപ്പുറത്തേക്ക് പോകണം, ഞങ്ങളൊന്ന് കയറ്റുവോ? അപ്പവർ പൈസയില്ലാതെ ഫ്രീ ആയിക്കൊണ്ട് ഖിളർ നബി അലൈഹിസ്സലാമിനെയും മൂസാ നബി അലൈഹിസ്സലാമിനെയും കപ്പലിൽ കയറ്റി. കപ്പൽ കടലിൽ അങ്ങ് കുറെ അങ്ങ് പോയപ്പോൾ ഖിളർ നബി അലൈഹിസ്സലാം കപ്പലിന് ഓട്ടയുണ്ടാക്കി, കപ്പലിന് കേടുവരുത്തി, കപ്പലിന് ഓട്ടയുണ്ടാക്കി. അപ്പോ ഇത് കണ്ടിട്ട് മൂസാ നബിക്ക് സഹിച്ചില്ല. കാരണം ഫ്രീ ആയിട്ട് നമ്മളെ കയറ്റിയതാണ് കപ്പലിൽ, എന്നിട്ടോ കപ്പൽക്ക് കേടുണ്ടാക്കി. തെറ്റല്ലേ? നമുക്കൊരാൾ കാറ് തന്നു, ഞാൻ എന്താക്കി അതിനെ കൊണ്ടുപോയിട്ട് കമ്പൗണ്ടിൽ വെച്ച്, എന്നിട്ട് ശുദ്ധിയില്ലാതെ കൊണ്ടു വെച്ച് അവിടെ അവന്റെ പേരിൽ. തെറ്റല്ലേ അത്?
ഫ്രീ ആയിട്ട് നമ്മളെ കയറ്റിയ കപ്പല്, ആ കപ്പലിൽ ഒരു ഓട്ടയുണ്ടാക്കി. നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? ലിതുഗ്രിക, ഈ കപ്പലിലുള്ള ആളുകളെ മുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ ചെയ്തത്? അപ്പോൾ ഖദർ നബി പറയുന്നു, അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഇയ സബ്റാ. ഓ മൂസാ നബി, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പൊ മൂസാ നബി പറഞ്ഞു, ലാ തുആഖിദ്നി ബിമാ നസീതു, ഐ ആം സോറി, മറന്നിട്ട് ചോദിച്ചതാണ്, ഇനി ഞാൻ ചോദിക്കൂല, ഇനി നിങ്ങളിൽ നിന്ന് ഒന്നും ഞാൻ ചോദിക്കൂല. അങ്ങനെ ഇവർ രണ്ടാൾ കപ്പലിൽ നിന്ന് ഇറങ്ങി നടന്നു പോവുകയാണ്. ഫന്തലഖാ ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതലഹു. അങ്ങനെ രണ്ടാളും നടന്നു പോകുമ്പോ ഒരു കിടാവ് കുട്ടികളോട് കൂടി ഇങ്ങനെ കളിക്കുന്നത് കാണുന്നു. ചെറിയൊരു കിടാവ്. ആ കിടാവിനെ ഖദർ നബി അലൈഹിസ്സലാം കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ചെറിയൊരു കുട്ടിയെ കൊന്നുകളഞ്ഞു. അപ്പൊ മൂസാ നബിക്ക് ഇത് പിടിച്ചില്ല. മൂസാ നബി ചോദിച്ചു, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഒരു കുട്ടിനെ നിങ്ങൾ കൊല്ലുകയാണോ? ലഖദ് ജീത ശൈഅൻ നുക്റാ, ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വളരെ നീചമായ കാര്യമായി പോയി. അപ്പൊ ഖിദ്ർ നബി ചോദിക്കാണ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ എന്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ചു വരാൻ കഴിയില്ല എന്ന്. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കൂല. ഇനി ഒരു പക്ഷേ നിങ്ങളോട് വല്ല ചോദ്യം ഞാൻ ചോദിച്ചാൽ ഫലാ തുസാഹിബ്നി, എന്നെ കൂടെ കൂട്ടണ്ട, എന്നെ നിങ്ങൾ പറഞ്ഞയച്ചോളൂ. അങ്ങനെ യാത്ര തുടരുകയാണ്. അങ്ങനെ അവർ രണ്ടാളും പോയി ഒരു നാട്ടിലേക്ക് പോയി എത്തി. ആ നാടിന്റെ പേര് അന്താക്കിയ എന്ന പേരുള്ള നാട്ടിലേക്ക് എത്തിയപ്പോൾ ആ നാട്ടുകാരോട്, ഈ രണ്ട് നബിമാരും നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു. പെരുന്നുകാരായി പോയ ഈ രണ്ട് നബിമാരെ അവർ ഭക്ഷണം കൊടുത്തില്ല. അവര് പറഞ്ഞു, നമ്മൾ നമ്മുടെ നാട്ടുകാർക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കൂ, പുറം നാട്ടിൽ നിന്ന് വന്നവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കൂല. നേരത്തെ ഒരു ലെറ്റർ ആയിട്ട് കണ്ടു ഞാൻ, ഒരു പള്ളിന്റെ ആളുകൾ തീരുമാനിച്ചിട്ട് വാട്സപ്പിലെല്ലാം ഷെയർ ആക്കിയതാണ്. എന്ത്, ഇവിടെ കലക്ഷന് ഈ നാട്ടുകാരല്ലാതെ വേറെ ആരും വരാൻ പാടില്ല. മറ്റൊന്ന്, ഈ നാട്ടിൽ ആരെങ്കിലും കല്യാണത്തിന് മറ്റു ഹർജി പുറം നാട്ടിലേക്ക് കൊടുക്കൂല. അത് നല്ല കാര്യമാണ്. കലക്ഷന് തെണ്ടാൻ വേണ്ടി എന്താക്കൂല നമ്മൾ ലെറ്റർ, പുറം നാട്ടിലായിരിക്കും എന്താവില്ല, പുറത്തു നാട്ടിൻ്റെ പള്ളിക്ക് പോയിട്ട് കളക്ഷൻ ആക്കാൻ നമ്മൾ ലെറ്റർ കൊടുക്കൂല. നല്ല കാര്യമാണ്. അപ്പോൾ അവരെന്നെ സഹായിച്ചിട്ട് ആ നാട്ടുകാരെ കല്യാണം നടത്തിയാൽ മതി, നല്ല കാര്യം, അത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തതോ, ഈ നാട്ടിലേക്ക് പുറത്തുനിന്ന് ആരും കലക്ഷൻ വരാൻ പാടില്ല. അതെന്ത് തീരുമാനം? അതൊരിക്കലും പാടില്ല, തെറ്റായ തീരുമാനമാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക് വരുന്നവർ നമ്മുടെ അതിഥികളാണ്. അത് ആരായാലും ഏത് നാട്ടുകാരായാലും നമ്മുടെ നാട്ടിലേക്ക് വരുന്നവർ നമ്മുടെ അതിഥികളാണ്. അവർക്ക് ഭക്ഷണമാണോ വേണ്ടത്, ഭക്ഷണം കൊടുക്കണം. വസ്ത്രമാണോ ചോദിക്കുന്നത്, വസ്ത്രം കൊടുക്കണം. പൈസയാണോ ചോദിക്കുന്നത്, പൈസ കൊടുക്കണം. സക്കാത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇസ്ലാമിലുണ്ട്. സക്കാത്തിന്റെ 8 അവകാശികൾ ഖുർആനിലുണ്ട്. അതിൽ ഒരു വിഭാഗം ആരാണ്? യാത്രക്കാരാണ്. ഏതോ നാട്ടിൽ നിന്ന് യാത്ര ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അവരുടെ ഒരു വിഹിതം അത് സക്കാത്തായിട്ട് അവർക്ക് കൊടുക്കണം. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് പുറം നാട്ടിൽ ആരും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് മേങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഖുർആനിനെതിരായ തീരുമാനമാണ്. പ്രിയപ്പെട്ടവരെ, ഇരിക്കട്ടെ, മഹാനായ നബിയുള്ളാഹി ഖദർ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം തരൂല. വേണ്ട, ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ ഒരല്പം മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരു മതിലുണ്ടായിരുന്നു, ഒരു കമ്പൗണ്ട് പോലത്തെ ഒരു മതില്. അതിങ്ങനെ വീഴാൻ അടുത്തായിട്ടുണ്ട്. ഖിദ്ർ നബി അലൈഹിസ്സലാം മൂസാ നബിനെയും കൂട്ടിയിട്ട് അതൊന്ന് നേരാക്കി കൊടുത്തു. അതിപ്പോ വീണു പോകും, അതിനെ നന്നാക്കി കൊടുത്തു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ എടുത്തത്? ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത നാട്ടുകാരുടെ മതിൽ എന്തിന് നമ്മൾ നന്നാക്കി കൊടുക്കണം?
അപ്പൊ ഖിദർ നബി ചോദിച്ചു, പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, ഇനി നമ്മൾ മുന്നോട്ട് പോകും, നിന്നെ ഞാൻ കൊണ്ടുപോകില്ല, ഇവിടെ വെച്ച് നമ്മൾ വിട്ടുപിരിയുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളും വിട്ടുപിരിയാൻ നേരത്ത് ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, പോവാനായിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ സംശയമില്ലേ? നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ മനസ്സിൽ സംശയമായിട്ടുണ്ട്. അതിന്റെ ഉത്തരം കൂടി അറിഞ്ഞിട്ട് പോയാൽ മതി. മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, അമ്മ സഫീനതു ഫകാനത് ലിമസാകീൻ, കപ്പൽ ഓട്ടയാക്കിയില്ലേ, അതെന്തിനു വേണ്ടിയാണ്? ആ കപ്പൽ പാവങ്ങളുടെ കപ്പലായിരുന്നു. കപ്പൽ വലുതായിരിക്കും, പക്ഷെ അതിന്റെ ഉടമസ്ഥർ പാവങ്ങളാണ്. അവർ ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കി വാങ്ങിയതാണ്. കപ്പലുള്ളവരെല്ലാം വല്ല പണക്കാരാണെന്ന് വിചാരിക്കണ്ട. കപ്പൽ എവിടെയോ കടം വാങ്ങിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ് അവർ. അതിന്റെ ഉടമസ്ഥർ 10 ഉടമസ്ഥന്മാരാണ്. അതിൽ 5 ആളുകളും രോഗികളാണ്. 5 ആളുകൾ കപ്പലിൽ ജോലി ചെയ്യുന്നു. വളരെ പാവങ്ങളായ ജനങ്ങളുടെ കപ്പലാണ്. യഅമലൂന ഫിൽ ബഹരി, അവർ സമുദ്രത്തിൽ പോയി മീൻ പിടിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ആഴക്കടലിലേക്ക് പോയി പ്രവർത്തിക്കുകയാണ്. ആ കപ്പൽ നല്ല കപ്പലാണ്, പാവങ്ങളുടെ കപ്പലാണ്. കുറച്ചങ്ങോട്ടെത്തിയാൽ ഒരു രാജാവുണ്ട്, അക്രമിയായ രാജാവ്. നല്ല കപ്പലെല്ലാം പിടിച്ചെടുക്കുന്ന സ്വഭാവമാണ് ആ രാജാവിന്റെ സ്വഭാവം. കേടുള്ള കപ്പൽ ആ രാജാവ് പിടിച്ചെടുക്കൂല. ഞാൻ ചെയ്തത് ആ പാവങ്ങളെ സഹായിച്ചതാണ്. നല്ല കപ്പൽ കണ്ടാൽ രാജാവ് പിടിച്ചെടുത്താൽ ഈ പാവങ്ങൾക്ക് പിന്നെ ഒന്നും ഉണ്ടാവൂല. അതുകൊണ്ട് കരുതി കൂട്ടിയിട്ട് ഞാൻ അതിന് കേടുവരുത്തിയതാണ്. ആ കപ്പലിന് കേടായാൽ പിന്നെ അത് മുന്നോട്ട് പോകൂല. കപ്പലിന്റെ ആളുകൾ കരയിലേക്ക് അതിനെ അടുപ്പിക്കും. അപ്പൊ രാജാവിന്റെ കയ്യിലേക്ക് ഈ കപ്പൽ കിട്ടൂല. ഇങ്ങനെ ഒരു നന്മ ഉദ്ദേശിച്ചിട്ട് ഞാൻ ഇത് ചെയ്തതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖിദർ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അദൃശ്യമായ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ പെട്ടതാണിത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനൊരു കുട്ടിയെ കൊന്നില്ലേ, ആ കുട്ടിയെ കൊല്ലാനുള്ള കാരണം ആ കുട്ടിയുടെ ഉമ്മയും ബാപ്പയും മുഅ്മിനീങ്ങളാണ്. ഈ കുട്ടി ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിലും ഈ കുട്ടിയെ വലുതായാൽ കാഫറാകുന്ന കുട്ടിയാണ്. ഈ കുട്ടിയുടെ ഉമ്മയും ബാപ്പയും മുഅ്മിനീങ്ങളാണ്. ഈ കുട്ടി വളർന്ന് വലുതായാൽ ഉമ്മയെയും ബാപ്പയെയും കാഫറാക്കും. അത് നേരത്തെ അറിഞ്ഞ ഖിദർ നബി അലൈഹിസ്സലാം ആ കുട്ടിയെ കൊല്ലുകയാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം എനിക്കത് വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു രംഗമാണ്. ചെറിയൊരു കുട്ടിനെ കൊന്നത് ശരിയായില്ല. അപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം മൂസാ നബിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ആ കുട്ടിയുടെ കഴുത്തിന്റെ അവിടുത്തെ തൊലിയങ്ങ് മാറ്റിയിട്ട് കാണിച്ചു കൊടുക്കുന്നു. ആ കുട്ടിയുടെ കഴുത്തിന്റെ ഉള്ളിൽ, ഇറച്ചിയുടെ ഉള്ളിൽ എഴുതി വെച്ചിരുന്നു കാഫിറുൻ, ഈ കുട്ടി കാഫിറാണ് എന്ന്. അത് മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഫ്യൂച്ചറിൽ ഈ കുട്ടി അതാ കാഫിറായി പോയിട്ട് വലുതായിട്ട് കാഫിറായ ഈ കുട്ടി ഉമ്മയെയും ബാപ്പയെയും കാഫിറാക്കും. അതുകൊണ്ട് ഞാനിത് നേരത്തെ കിടാവിനെ കൊന്നതാണ്. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ വിശദീകരിക്കുന്നു. ആ കിടാവിന്റെ ഉമ്മ ഗർഭിണിയായിരുന്നു. ആ ഉമ്മ ഒരു പെണ്ണുകിടാവിനെ പ്രസവിച്ചു. ആ പെണ്ണുകിടാവ് പിന്നീട് വളർന്നു വലുതായി. ആ പെണ്ണിനെ കല്യാണം കഴിച്ചതൊരു നബിയാണ്. ആ നബിയുടെയും ആ പെണ്ണിന്റെയും ദാമ്പത്യ ജീവിതത്തിൽ പിന്നീട് 70ഓളം നബിമാര് വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ 70 നബിമാർ ജനിക്കാൻ കാരണം ഒരു ഉമ്മയാണ്. ആ ഉമ്മയുടെ കുട്ടിയാണ് ഈ കുട്ടി. ഈ കുട്ടിനെ ഇപ്പൊ തന്നെ കൊന്നില്ലെങ്കിൽ പിന്നീട് വലുതായാൽ ഉമ്മനെ കാഫിറാക്കും, ബാപ്പയെ കാഫിറാക്കും. അത് പേടിച്ച് ഖിദർ നബി അലൈഹിസ്സലാം കൊന്നതാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു,
ഭക്ഷണം തരാത്തവരുടെ മതിൽ ഞാൻ എന്ത് നന്നാക്കി കൊടുത്തു. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. ആ മതിലിന്റെ അടിയിൽ ഒരു നിധിയുണ്ട്. അതാരുടെ നിധിയാണ്? അത് ആ നാട്ടിലെ 2 യതീമക്കളുടെ നിധിയാണ്. യതീമക്കൾക്ക് വേണ്ടി ആരോ കുഴിച്ചു വെച്ച ഒരു നിധി അതിന്റെ അടിയിലുണ്ട്. ആ മതിൽ ഇപ്പൊ തന്നെ വീണാൽ ആ നിധി ആളുകൾക്ക് കാണും. കണ്ടാലോ നാട്ടുകാരാ നിധിനെയും കൊണ്ടുപോകും. ഈ മക്കൾക്കത് കിട്ടൂല. ആ മക്കൾ ഇപ്പൊ ചെറുതാണ്. ആ മക്കളുടെ സ്വത്തിനെ സൂക്ഷിക്കുന്ന ഉദ്ദേശത്തിൽ, ഞാൻ ആ നിധിയെ സൂക്ഷിക്കുന്ന ഉദ്ദേശത്തിലാണ് മതിലിനെ നന്നാക്കി കൊടുത്തത്. മഹാന്മാർ വിശദീകരിച്ചു. ആ കുട്ടിയുടെ നിധി സൂക്ഷിച്ചു, കുട്ടിക്ക് വേണ്ടി നിധിനെ ഉണ്ടാക്കി വെച്ചതാരാണ്? ഉമ്മയും ബാപ്പയുമല്ല, മറിച്ച് 7 തലമുറ അപ്പുറത്തുള്ള ആളായിരുന്നു. അദ്ദേഹമോ സ്വാലിഹായ മനുഷ്യനായിരുന്നു. സ്വാലിഹായ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സ്വത്തിനെ കുഴിച്ചു മൂടുന്നു. ആർക്ക്? 7 പരമ്പരയിൽപ്പെട്ട ഒരു പേരക്കുട്ടികൾക്ക്, 2 പേരക്കുട്ടികൾക്ക് വേണ്ടി. അപ്പോ ഉപ്പാപ്പന്മാരിൽപ്പെട്ട 7ാമത്തെ ആള്, 7ാമത്തെ ഉപ്പാപ്പ സ്വാലിഹായ മനുഷ്യനായപ്പോൾ അതിന്റെ ഫലം 7ാമത്തെ തലമുറയിൽ അത് കണ്ടു. അതങ്ങനെയാണ്. പാപ്പ നന്നായാൽ, സ്വാലിഹായാൽ മക്കൾ സ്വാലിഹ്യങ്ങളാകും. മക്കൾ നന്നായാലോ ബാപ്പമാരും സ്വാലിഹ്യങ്ങളാകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള കാര്യമാണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു. അങ്ങനെ മൂസാ നബിയും ഖിദർ നബി അലൈഹിസ്സലാമും രണ്ടാളും 2 വഴിക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആൾ ആര് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? അല്ലാഹു അലം. നമ്മൾ ആരും ഇൽമുള്ളവരാണെന്ന് പറയാൻ പാടില്ല. നമുക്ക് ആർക്കും ഇൽമില്ല. ഇൽമു ഒരു മനുഷ്യനിക്ക് കൂടിയാൽ അവൻ ചെറുതാവുകയാണ്. കൂടുതൽ ഇൽമു ഒരാൾക്ക് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന ചിന്ത വരുന്നത് എപ്പോഴാണ്? ഒന്നും അറിയാതിരിക്കുമ്പോഴാണ് ആ ചിന്ത വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദീനിന്റെ ഇൽമുകൾ ധാരാളമായി പഠിക്കണം. നമ്മൾ നല്ല അദബുള്ളവരാകണം. ഒരിക്കലും അദബ് തെറ്റിയിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. അൽ-കഹ്ഫ് സൂറത്തിന്റെ 4ാമത്തെ ഒരു സംഭവം, അത് ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. ദുൽഖർനൈൻ, ഖർൻ എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്നാണ്. 2 കൊമ്പ് എന്നാണ് അൽ ഖർനൈൻ എന്നതിന്റെ അർത്ഥം. ദുൽഖർനൈൻ രാജാവിനിക്ക് എന്താണ് ദുൽഖർനൈൻ എന്ന് പേരുള്ളത്? അദ്ദേഹത്തിനിക്ക് മശ്രിക്കിലും മഗ്രിബിലും 2 സ്ഥലത്തും അധികാരമുള്ള പവറുള്ള ആളായിരുന്നു. അദ്ദേഹം വലിയൊരു രാജാവാണ്. ആ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അദ്ദേഹം ദുൽഖർനൈൻ രാജാവ് ഒരു 3 യാത്ര പോയിട്ടുണ്ട്. ഒന്ന് മശ്രിക്കിന്റെ ഭാഗത്തേക്കാണ്, മറ്റൊന്ന് മഗ്രിബിന്റെ ഭാഗത്തേക്കാണ്. അങ്ങനെ മശ്രിക്കിന്റെയും മഗ്രിബിന്റെയും ഭാഗത്തേക്ക് യാത്ര പോയി. അപ്പോൾ ആ നാട്ടിലുള്ള ആളുകളോട് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു. നല്ല ഇബാദത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല പ്രചോദനമായും അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ അവരോട് ഉപദേശവും, തെറ്റിലായി ജീവിക്കുന്ന ആളുകൾക്ക് തെറ്റിൽ നിന്ന് മാറാനുള്ള ഉപദേശങ്ങളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവസാനം 3ാമത്തെ ഒരു യാത്രയുണ്ട്. ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിന്റെ. ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു യാത്ര പോയി ഒരു നാട്ടിലേക്ക് എത്തിയപ്പോൾ ആ നാട്ടിലെ ആളുകൾ രാജാവിനോട് ഒരു പരാതി പറഞ്ഞു. എന്താണ് പരാതി? യാദൽ ഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള്. ഓ രാജാവേ,
ഈ നാട്ടിൽ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗമുണ്ട്. അവർ നാട്ടിൽ വല്ലാത്ത ഫസാദ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ശല്യത്തിൽ നിന്ന് നമുക്കൊന്ന് നിങ്ങൾ സഹായിക്കണം. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, അവരൊരു കോട്ട കെട്ടി അവരെ ബന്ധാക്കി ഇടണം. രാജാവ് പറഞ്ഞു, എന്നാൽ ശരി, ഞാനതിന് തയ്യാറാണ്. സാമ്പത്തികമായി നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതില്ല, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ധാരാളമുണ്ട്. പിന്നെയോ ശരീരം കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾ ഇരുമ്പ് കൊണ്ടുവരൂ. അങ്ങനെ ഇരുമ്പ് കൊണ്ടുവന്നു. ഇരുമ്പ് കൊണ്ടുവന്ന് ചൂടാക്കി രണ്ട് പർവ്വതത്തിന്റെ ഇടയിലായി യഅജൂജ് മഅജൂജിനെ രണ്ട് പർവ്വതത്തിന്റെ ഇടയിലുള്ള സ്ഥലത്തിൽ ആക്കിയിട്ട് 4 ഭാഗം ഇരുമ്പ് കൊണ്ട് ചൂടാക്കി വെള്ളം ഒഴിച്ചിട്ട് അവർക്ക് അതിനെ ഓട്ടയാക്കാനോ അതിൽ കയറി പുറത്തേക്ക് വരാനോ സാധിക്കാത്ത രൂപത്തിൽ വളരെ ഭദ്രമായ ഒരു കോട്ടയിൽ യഅജൂജ് മഅജൂജിനെ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ആക്കി അവിടുന്ന് യാത്ര വന്നു. ഒരു നേതാവിനോട്, ഒരു ഭരിക്കുന്നവനോട് അനുയായികൾ പ്രയാസം പറയുമ്പോൾ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം നേതാവ് കാണിച്ചു കൊടുക്കണം. അതാണ് ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിനെ സംഭവം പഠിപ്പിക്കുന്നത്. അനുയായികളുടെ പ്രയാസങ്ങളെ നേതാവ് ഏറ്റെടുക്കണം. നേതാവ് അതിന് പരിഹാരം കാണിച്ചു കൊടുക്കണം. ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ചെയ്തത് അതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് നമുക്ക് പഠിപ്പിച്ച ആശയങ്ങൾ, ഓ മുഅ്മിനീങ്ങളെ, എല്ലാ കാര്യത്തിലും അല്ലാഹുവിനെ കാണണം. എല്ലാത്തിലും അല്ലാഹുവിനെ കാണണം. അല്ലാഹുവിനെ വിട്ടിട്ടുള്ള ഒരു ചിന്തയും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ ഏത് കാര്യത്തിലും ഇഖ്ലാസ് വേണം. ഏത് കാര്യത്തിലും അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒറ്റ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തുകയാണ്. മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു തന്റെ സിഫത്തു സ്വഫ്വ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഒരു ദിവസം മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം. ഒരു ദിവസം ബസ്റയിൽ മഴയില്ലാണ്ടായി, എവിടെയും മഴയില്ല. അങ്ങനെ ജനങ്ങളെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടായി. അപ്പോൾ മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയാണ്, ഞാനും അക്കാലത്ത് വലിയ അറിയപ്പെട്ടിരുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. അതാഉ സുലമി, സാബിത്തുൽ ബുന്നാനി, മുഹമ്മദ് ഇബ്നു വാസിഅ, ഹബീബുൽ ഫാരിസി, സ്വാലിഹുൽ മുർരി, അങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാരാണവർ. അവരെല്ലാം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരും ദുആ ചെയ്തു. പക്ഷേ മഴ കിട്ടിയില്ല. അങ്ങനെ ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി. ഞാനും സാബിത്തുൽ ബുന്നാനിയും മാത്രം ആ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കറുത്ത മനുഷ്യന് മജ്ലിസിലേക്ക്, ആ സ്ഥലത്തേക്ക് കടന്നു വന്നു. നമുക്ക് പരിചയമില്ലാത്തൊരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം കറുത്ത ആളാണ്, നല്ല തടിയുള്ള ആളാണ്, കാല് നല്ല കട്ടിയുള്ള കാലാണ്. അങ്ങനെ അദ്ദേഹം നേരെ ഉളു എടുക്കുന്ന സ്ഥലത്ത് പോയി ഉളു എടുത്തു. ഉളു എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് 2 കൈയിനെയും ആകാശത്തിലേക്ക് ഉയർത്തി. എന്നിട്ട് അദ്ദേഹം അല്ലാഹുവിനോട് പറയാണ്, സയ്യിദി ഇലാകം തറുദ്ദു ഇബാദക, പടച്ചവനെ, നീ എത്രയായി മനുഷ്യന്മാരെ തള്ളിക്കളയുന്നത്, എത്രയാണ് ആളുകൾ നിന്നോട് ദുആ ചെയ്തത്, നീ എന്തേ ഉത്തരം കൊടുക്കാത്തത്? പടച്ചവനെ, നീ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ നാട്ടിൽ നല്ല മഴ തരണം. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്ത്, കരഞ്ഞ് ദുആ ചെയ്ത് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അപ്പൊ തന്നെ ധാരാളമായ മഴ വന്നു. ഒരുപാട് ആളുകൾ ദുആ ചെയ്തിട്ട് കിട്ടാത്ത മഴയാണ്. നല്ല മഴ വന്നു. അപ്പോൾ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ ഒരു ദുആ ഉണ്ടല്ലോ, ഏതാ ദുആ? പടച്ചവനെ, നീ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് മഴ തരണം. ഇതെന്ത് ദുആയാണ്? നീ എന്നെ സ്നേഹിക്കുന്നു അല്ലാ, അതുകൊണ്ട് മഴ നൽകണം.
അതെന്താണ് അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തത്? അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് എന്ത് അടയാളാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അള്ളാഹു തആല എനിക്ക് ഈമാൻ തന്നത്, എന്നെ മുസ്ലിമാക്കിയത് അള്ളാഹു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ വാക്ക് മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഈ ആളെയും വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ അടിമ അവിടുന്ന് പോയി. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ നോക്കി, എവിടേക്കാണ് ഈ മനുഷ്യൻ പോകുന്നത്? അങ്ങനെ നോക്കുമ്പോ ആ നാട്ടിലുള്ള വലിയൊരു പണക്കാരന്റെ വീട്ടിലേക്കാ പോകുന്നത്. നോക്കുമ്പോ അദ്ദേഹം ഒരു അടിമയാണ്, പണക്കാരന്റെ അടിമയാണ്. പിറ്റേന്ന് രാവിലെ മാലിക് ഇബ്നു ദീനാർ തങ്ങള് ആ പണക്കാരന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ അടിമകളെ കൂട്ടത്തിൽ ഒരു അടിമനെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ? അപ്പൊ ചോദിച്ചു, ഏത് അടിമയാ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, കറുത്ത ഒരു അടിമ നിങ്ങൾക്കില്ലേ, അദ്ദേഹത്തെ എനിക്ക് വേണം. അപ്പോൾ രാജാവ് പറഞ്ഞു, യജമാനൻ പറഞ്ഞു, ആ അടിമയുണ്ടല്ലോ ഒരു പണിയും എടുക്കൂല, രാത്രി മുഴുവനും കരയുന്ന പണിയാണ്. അപ്പോൾ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, അതേ അടിമയാണ് എനിക്ക് വേണ്ടത്. അപ്പൊ എത്രയാണ് പണം? 20 ദീനാർ തന്നാ മതി. 20 ദീനാറിന് അടിമയെ വാങ്ങി. അങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുവരുമ്പോ ഈ അടിമ ചോദിക്കുകയാണ്, അല്ല മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, നിങ്ങൾ എന്തിനാണ് എന്നെ വാങ്ങിയത്? അപ്പോൾ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഖിദ്മത്ത് എടുക്കാനാണ്, എനിക്ക് നിങ്ങളൊരു ഖിദ്മത്ത് എടുക്കണം. അപ്പൊ ചോദിച്ചാ, എന്തേ എന്റെ ഖിദ്മത്ത് നിങ്ങൾ എടുക്കുന്നത്? അത് ഇന്നലെ രാത്രി നിങ്ങൾ ദുആ ചെയ്തില്ലേ, അപ്പോൾ നല്ല മഴ വന്നില്ലേ, അത് കണ്ടിട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടമായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാനാണ് ഞാൻ വാങ്ങിയത്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോഴേക്ക് ആ മഹാനായ അടിമ 2 കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പറയാണ്, ഖുസംതു അലൈക, പടച്ചവനെ, ഞാൻ നിന്റെ പേരിൽ സത്യം ചെയ്ത് പറയുന്നു, ഇന്നുവരെ എന്റെ പരിചയം ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി എന്റെ മഹത്വം നാട്ടുകാർക്ക് അറിഞ്ഞു. എനിക്ക് ഈ ദുനിയാവിൽ എന്നെ ജീവിക്കുന്നത് ഇഷ്ടമില്ല. ജനങ്ങൾക്കെല്ലാം എന്റെ പേരറിഞ്ഞു, എന്നെ അറിഞ്ഞു, ഞാൻ നല്ല ആളാണെന്നറിഞ്ഞു, എന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ജനങ്ങൾക്കറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ജീവിക്കുന്നത് ഇഷ്ടമില്ല. ഈ സമയത്ത് തന്നെ എന്റെ റൂഹിനെ നീ പിടിക്കണേ അല്ലാഹ്. എന്റെ റൂഹിനെ ഈ സമയത്ത് തന്നെ പിടിക്കണം. ആളുകളുടെ ഇടയിൽ പ്രശസ്തി കിട്ടിയിട്ട്, ആളുകളുടെ പേര് കിട്ടിയിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ആ അടിമ ദുആ ചെയ്ത് കൈ താഴെ ഉയർത്തുമ്പോ ഫഇദാ ഹുവ മയ്യിത്തുൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് പോയി നമ്മൾ മഴ തേടാറുണ്ട്. ബസ്റയിൽ അറിയപ്പെട്ട ഒരു ഖബറാണ്. ആ ഖബറിന്റെ അരികിൽ പോയി നമ്മൾ മഴ തേടാറുണ്ട്. നമ്മൾ പല ആവശ്യങ്ങളും അവിടെ അള്ളാഹിനോട് ദ്വാരക്കാറുണ്ട്, നമുക്ക് ഉത്തരം കിട്ടാറുണ്ട്. ഇതാണ് അള്ളാഹുവിന്റെ മഹത്തുക്കള്. അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു, വല്ലാതെ സ്നേഹിച്ചു. ജനങ്ങളെ അവർ സ്നേഹിച്ചില്ല, ജനങ്ങളുടെ ഇടയിൽ പേരും പ്രശസ്തിയും അവർ ആഗ്രഹിച്ചില്ല. ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരൽപ്പം വൈകിപ്പോയി, എല്ലാവരും ക്ഷമിക്കണമെന്ന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. പിന്നെ